സായി സർവേശം ഭക്തിവാസം പ്രശാന്തി നിലയം മുക്തിമുക്തിപ്രദാതം നിത്യാനന്ദം പരമചരിതം ദിവ്യചേതോ വികാസം വന്ദേ സായി ഹരിഹര തേജം പരമകല്യാണനാമം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്നത്തെ ഈ കോളിൽ ഇതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും ഉള്ളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ഗുരുപൂർണിമ ദിവസം നാം ചെയ്ത ക്ലാസ്സിന്റെ ഗുരു മഹാത്മ്യം എന്നുള്ള ഭാഗത്തിന്റെ രണ്ടാം ഭാഗം, ഇന്ന് ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഇത് നമ്മൾക്ക് കുട്ടികൾക്കുള്ള ഭാഗം കൂടി ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരും പങ്കെടുക്കേണ്ട ഒരു ക്ലാസ് ആണ്. കാരണം ഇതില് നാം ആ ഗുരു മഹാത്മ്യം എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ബാലവികാസ് കുട്ടികൾക്ക് എന്താ ഹൃദയത്തിന്റെ അങ്ങേ തലയ്ക്കൽ പതിയണം. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ കൗമാരപ്രായത്തിന് മുമ്പേ തന്നെ ഇത് പതിഞ്ഞാൽ മാത്രമേ അവർക്ക് ഗുരു നിന്ദ ചെയ്യാതിരിക്കാനുള്ള, ഗുരുനിന്ദ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ബാലവികാസ് ഗുരുവിനെ നിന്ദിക്കലല്ല. നമ്മൾ സമഷ്ടി ഭാവം കുട്ടികൾ പ്രകൃതിയെ ഗുരുവായിട്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഗുരു ചിന്ത എന്നുള്ളത്, ഗുരു എന്നുള്ള ഈശ്വരൻ തന്നെയാണ്. ആ ചിന്ത സർവചരാചരങ്ങളിലും ഈശ്വരവംശം കണ്ടെത്തുക എന്നുള്ള ഒക്കെ വലിയ ക്വാളിറ്റിയാണ്. അത് ഗുരു മഹാത്മ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഇപ്പൊ നമ്മള് എൻവയോൺമെന്റൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ അങ്ങനെ ചെയ്തു. അതുപോലെ പല ഡേയും നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പ്രകൃതിക്ക് വേണ്ടിയിട്ട് ദിനങ്ങള്. ഈ ദിനങ്ങളിലൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം സ്റ്റോറീസും കഥകളും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ സ്പിരിച്വൽ വശങ്ങള് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഡേ ടു ഡേ അഫയേഴ്സിന്റെ കാര്യങ്ങളായാലും ഇപ്പൊ നമുക്ക് പേപ്പറിൽ കാണുന്ന ദുഷിച്ച ന്യൂസുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഈ ദുഷിച്ച ന്യൂസ് കാണുമ്പോഴും നമ്മൾ അതില് യേശുദേവൻ പിന്നെ പല്ലുകളെ കണ്ടില്ലേ, ആ മനോഹരമായ പല്ലുകളെ, ആ ചത്തുകിടക്കുന്ന ചീഞ്ഞ കഴിഞ്ഞ ആ നായയിൽ കണ്ട ആ ഗുണം, ബി ഗുഡ് സീ ഗുഡ് ഡു ഗുഡ് എന്നുള്ള നല്ലത് കാണുക എന്നുള്ള ശീലം നമുക്ക് നമ്മുടെ കുട്ടികളിൽ വളർത്താൻ സാധിക്കും. ഈ പറയുന്ന ദുഷിച്ച ന്യൂസുകൾ പത്രങ്ങളിൽ വരും. നമുക്കതിനെ പത്രങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നല്ലതാക്കാനോ പത്രങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ശരിയാക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് സാധിക്കുന്നത് എന്താ? നമുക്ക് സാധിക്കുന്നത് അതിലുള്ള നന്മയെ പുറത്തേക്കെടുക്കുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഗുരു മഹാത്മ്യത്തിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പലതും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതങ്ങനെ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 1 ഒന്നുമില്ല. എല്ലാ ഗുരുക്കന്മാർക്കും തങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ മഹത്തായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ കുറെ പേർക്കൊക്കെ അറിയാം. പക്ഷെ അറിഞ്ഞെങ്കിലും നമ്മളത് പ്രയോഗിക്കുന്നില്ല പലപ്പോഴും, അല്ലെങ്കിൽ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ആ അറിഞ്ഞതിന്റെ മാഹാത്മ്യം തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിയുന്നില്ല. പലപ്പോഴും നമുക്കിതൊക്കെ അറിയാമെന്ന് നമ്മൾ ധരിക്കും. ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് അറിയാം. പക്ഷെ വാട്ട് ഇസ് ദ യൂസ്? നമ്മളിൽ നിന്ന് അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്. നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ? നമ്മുടെ കുട്ടികളിലേക്ക്, നമ്മുടെ ശിഷ്യന്മാരിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് നമുക്കത് എത്രത്തോളം നമ്മളാകുന്ന റോൾ മോഡലിലൂടെ നമുക്കത് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് ധാരാളം, ഇപ്പൊ കേരളത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 600ഓളം ഗുരുക്കന്മാരുണ്ട്. ഇപ്പൊ ഇതിൽ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്തത് കേവലം 60ഓ 65ഓ ഗുരുക്കന്മാരൊക്കെ മാത്രമേ ഇതിൽ ജോയിൻ ചെയ്യുള്ളൂ. അതായത് 1 in 10 അല്ലെ, അത്രയേ ഉള്ളൂ. 10-1 അതായത് ബാക്കി 540 ഗുരുക്കന്മാരും ഇതിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇനി അവരിലേക്ക് എത്തുക? ആരെങ്കിലും ഒക്കെ കൺവേ ചെയ്യുക. ഇനി ഒരിക്കലും നമ്മൾ ഒരിക്കലും ഇത് കൺവേ ആവുന്നില്ല. അതേസമയത്ത് ഇതിലിപ്പോ ധാരാളം ബാലവികാസ് ഗുരുക്കന്മാരല്ലാത്തവരുണ്ട്. അവരിത് പഠിച്ചാൽ അവര് കുറെ പേരിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അവർക്കും സാധിക്കണം. പിന്നെ കുട്ടികളിലേക്ക് പകർത്താൻ സാധിക്കണം.
ഇപ്പോൾ ബാലവികാസ് കോർഡിനേറ്റർമാരാരെങ്കിലും വളരെ കുറച്ച് കോർഡിനേറ്റർമാരെ പങ്കെടുക്കാറുള്ളൂ. ബാക്കിയുള്ളവര് ഇതൊക്കെ നമ്മൾ എന്തിനു വെച്ചാൽ ഇത് നമ്മള് ഇപ്പൊ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒരു സർക്കുലർ ഇറക്കി എല്ലാ ബാലവികാസ് ഗുരുക്കന്മാരും അല്ലെങ്കിൽ എല്ലാ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരൊക്കെ ഇത് പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പങ്കെടുക്കും. അല്ലാതിരുന്നാൽ ആ സ്വയമേവ നമുക്ക് അങ്ങനെ പങ്കെടുക്കാനുള്ള ഒരു ബുദ്ധി പലപ്പോഴും കുറവാണ് നമ്മളുടെ. അതാണ് നമ്മളുടെ മനുഷ്യന്റെ ഒരു വലിയ ഒരു പ്രധാനം ആ സെൽഫ് ഇമ്പോസ്ഡ് ഡിസിപ്ലിൻ എന്നുള്ളത്. ഞാൻ ഇന്നലെ ഞാൻ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, ഈ ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലെ വ്യത്യാസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെ, ഡിസിപ്ലിൻ എന്താണ്, സെൽഫ് ഡിസിപ്ലിൻ എന്താണ്? ഡിസിപ്ലിനും അപ്പൊ ഇവിടെ നമ്മൾ പാലിക്കേണ്ട അച്ചടക്കം, നമ്മൾ ആ അടുത്ത ജനറേഷന് മാതൃകകളാകേണ്ടവർ നമ്മൾ ധാരാളം ഗുരു മഹാത്മ്യത്തെ കുറിച്ച് അറിഞ്ഞാൽ, നമ്മൾ കുറെ അറിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. എനിവേ, നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ പാർട്ടിൽ പ്രധാനം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ, അതായത് 24 ഗുരുക്കന്മാരെ കുറിച്ച് കഴിഞ്ഞ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുതലായിട്ട് നമ്മൾക്കതിനെ പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പൊ അതില് നമ്മളുടെ ആ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു മദാത്മ സർവഭൂതാത്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വേദവ്യാസ വിരചിതമായ പുരാണങ്ങൾ നമുക്കറിയാം. 18 പുരാണങ്ങളുടെ കാര്യം അറിയാം. ഇതിഹാസം, ആ മഹാഭാരതം എന്ന പഞ്ചമവേദം അത് മുഴുവൻ ഉണ്ടാക്കിയിട്ടും വേദവ്യാസന് തൃപ്തി കിട്ടിയില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ആ തൃപ്തി കിട്ടുന്നത് പിന്നെ അവസാനം നാരദ മഹർഷിയുടെ അടുത്ത് തൃപ്തി എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ ശ്രീമദ് ഭാഗവതം എന്ന ആ ശ്രീകൃഷ്ണ വർണ്ണന, ശ്രീകൃഷ്ണ അവതാര വർണ്ണനയാണ് അതിൽ മെയിനായിട്ട്. അത് പഠിച്ചപ്പോഴാണ് ഇതിലേക്ക് തൃപ്തി കിട്ടിയത് വേദവ്യാസന്. അതോടുകൂടി മനസ്സിൽ വളരെയധികം ശാന്തി നേടി. അപ്പോ ശ്രീമദ് ഭാഗവതം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത്, സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ സത്യത്തിന്റെ ഒരു വർണ്ണന, സത്യം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ് അത്ര ശ്രീമദ് ഭാഗവതത്തെ കുറിച്ച് പറയുന്നത്. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, ആ കൃഷ്ണൻ തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ വിവിധ അവതാരങ്ങളെ കുറിച്ചിട്ടുള്ള വർണ്ണനയും പിന്നെ കൃഷ്ണാവതാരത്തിൽ എത്തുമ്പോൾ അതിൽ കൂടുതൽ വർണ്ണനയും ഒക്കെ ചേർത്തിട്ടാണ് ആ ശ്രീമദ് ഭാഗവതം വർണ്ണിച്ചിരിക്കുന്നത്. അവതാര ലീലകളെ ശരിക്ക് വർണ്ണിച്ചപ്പോൾ ആ ആനന്ദം, അതിന്റെ പ്രോഡക്റ്റ് എന്താ? അവതാര ലീലകൾ. ഇതൊക്കെ നമുക്ക് ജീവിതത്തിലുള്ള പാഠമാണ്. ഞാൻ ഈ പറയുന്നത് പോലെ ഒരു പാഠമായിട്ട് അവതാര ലീലകളുടെ വർണ്ണന എന്നുള്ളത് ഒരു പാഠമാണ്. ആ വർണ്ണനയ്ക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് എന്താ? ബ്ലിസ്, അല്ലെങ്കിൽ ആനന്ദം. ഈശ്വര ചിന്തയുടെ പ്രോഡക്റ്റ് എപ്പോഴും ആനന്ദമാണ് അതിന്റെ പ്രോഡക്റ്റ്. ആ പിന്നെ റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഭാഗവത വർണ്ണനയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കും. നമുക്കറിയാം, ശ്രീമദ് ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളാണുള്ളത്. അധ്യായങ്ങളുടെ പേര് സ്കന്ധങ്ങൾ എന്നാണ്. മഹാഭാരതത്തില് പർവ്വങ്ങള്, അതേപോലെ ഭഗവത്ഗീതയില് യോഗങ്ങള്, രാമായണത്തില് കാണ്ഡങ്ങള്, ശ്രീമദ് ഭാഗവതത്തില് സ്കന്ധങ്ങൾ എന്നാണ് പറയുക. 12 സ്കന്ധങ്ങളുണ്ട്. ആ 12 സ്കന്ധങ്ങളിൽ 18,000-ലധികം ശ്ലോകങ്ങൾ ഉണ്ടത്ര ശ്രീമദ് ഭാഗവതത്തിൽ. അതില് സാധാരണ പറയാറ് അവസാനമാകുമ്പോ പിന്നെ പലരും പല രീതിയിലാണ്. ചിലര് തത്വങ്ങളെ കുറിച്ച്, പക്ഷെ തത്വങ്ങളെ കുറിച്ച് പറയുന്നത് വളരെ ചുരുക്കമാണ്. എല്ലാവരും അവസാന ദിവസത്തേക്ക് ഏകാദശ സ്കന്ധം വെക്കും. ആ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങളാണ് ആയിട്ടാണ് പറയുക. ഇതില് അത് സാധാരണ സപ്താഹത്തില് ആ 7 ദിവസത്തില് 7-ാം ദിവസം പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തീർക്കും. കാരണം അത് കേൾക്കാൻ അധികം ആൾക്കാരുണ്ടാവില്ല. പലർക്കും കഥകളുടെ ഒരു ഇതമാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ അതിന്റെ അവസാനത്തെ 10ാമത്തെ ദശമസ്കന്ധവും ആ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം തൊട്ടിട്ടുള്ള കുറച്ചുള്ള ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഭാഗവതത്തിന്റെ ക്രക്സ്, എസെൻസ്. ആ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണത്തിന് സമയമായി എന്ന് കണ്ടപ്പോ
അതിലേക്ക് പോവാണ്. അതിലേക്ക് പോകുമ്പോ അത് ഒരാളോട് പറയുന്നുണ്ട്, ആരാ? സന്തത സഹചാരിയായ ഉദ്ധവർ. ആ ഉദ്ധവർക്ക് വളരെയധികം വിഷമം തോന്നി, അങ്ങേറ്റത്തെ വിഷമം തോന്നിയിട്ട് പറഞ്ഞു, എനിക്ക് കൂടെ വരണം, ഞാനും കൂടെ വരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് ആ വിലപിച്ച ഉദ്ധവനെ കൃഷ്ണൻ സമാധാനിപ്പിക്കുകയാണ്. കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് സമാധാനിപ്പിക്കുകയാണ്. ആ സമാധാനിപ്പിക്കുന്നത് എങ്ങനെയാ? കുറെ ആ ജീവിതത്തിന്റെ നീ എന്ത് ചെയ്യണം ഞാൻ പോയി കഴിഞ്ഞാലെന്നും എന്നെ തന്നെ നനച്ചിട്ട് തപസ് ചെയ്ത് വളരെ എന്നിൽ തന്നെ കാര്യങ്ങളെല്ലാം അർപ്പിച്ച് ജീവിക്കണം എന്നുള്ള ആ മോക്ഷമാർഗം ശരിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ആ സ്വർഗാരോഹണത്തിന് മുമ്പേ ഉദ്ധവനെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഉദ്ധവ ഗീത എന്ന് പറയുന്നത്. ഇതിനെ അവധൂത ഗീത എന്നും കൂടി പറയുന്നുണ്ട്. അതിന്റെ കാരണം ഞാനിപ്പോ പറയാം. അപ്പൊ ഈ അഹങ്കാരം ആൻഡ് മമാകാരം, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ബോധം, മമകാരം എന്ന് പറഞ്ഞാൽ എന്റേതെന്നുള്ള ബോധം. അപ്പൊ ഞാനെന്നും എന്റേതെന്നുമുള്ള ബോധമില്ലാതെ ജീവിക്കാനുള്ള മാർഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് ഇത് പറയുന്നത്. അപ്പൊ മഹർഷി പറയണേ, എങ്ങനെയാണ് ഭഗവാനെ അത് സാധിക്കുക? വളരെ ചെറുപ്പം മുതലേ എന്റേതും പിന്നെ ഞാനെന്നും എന്റേതെന്നും ഒക്കെ ഉള്ള അഹങ്കാരവും മമാകാരവും ഒക്കെ ആയിട്ട് ജീവിച്ചവരല്ലേ ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ വെടിയാൻ സാധിക്കുക? അതിനെന്തെങ്കിലും മാർഗമുണ്ടോ ഭഗവാനെ? അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷത്തോടുകൂടി നിനക്ക് ഞാൻ പറഞ്ഞു തരാം, ആ മാർഗം എന്താണ് എന്നുള്ളത് പറഞ്ഞതാണ്. അതിനുള്ള ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഈ മോക്ഷമാർഗം അഹങ്കാരത്തെയും മമകാരത്തെ എങ്ങനെയാണ് ഇല്ലാതാക്കുക എന്നുള്ള ആ മോക്ഷമാർഗം ശരിക്ക് ഉപദേശിക്കുന്നത് അപ്പോഴാണ് ഉപദേശിക്കുന്നത്. ആ ഉപദേശിക്കുന്നത് ഒരു എക്സാമ്പിളിലൂടെയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ യദു മഹാരാജാവ് എന്റെയും അതേപോലെ ദത്താത്രേയ മുനിയുടെയും സംവാദത്തിലൂടെയാണ് അത് ഉപദേശിക്കുന്നത്. അവിടെ നമുക്കറിയാം, ഈ ദത്താത്രേയ മുനി എന്ന കഥ ചുരുക്കിയിട്ട് പറയുന്ന അനസൂയയുടെ പുത്രനാണ് ദത്താത്രേയൻ. നമുക്ക് എല്ലാവർക്കും അറിയാം. അനസൂയയുടെയും അത്രി മഹർഷിയുടെയും, അനസൂയ എന്ന് പറഞ്ഞാൽ അസൂയ ഇല്ലാത്തവൾ, അനസൂയയെ പോലെ ആവണം എന്നൊക്കെ. അനസൂയ വളരെ പ്രഗത്ഭയാണ്, പതിവ്രതമാരിൽ ഒരാൾ അല്ലെ, അത്രയും പിന്നെ പ്രാഗൽഭ്യമുള്ള ആളാണ്. അപ്പൊ ഈ ദത്താത്രേയൻ എന്നുള്ള വിഷ്ണു വംശത്തിൽ പിറന്ന മകനാണത്രേ, അനസൂയയുടെയും പുത്രനാണ്. ഈ വിഷ്ണു വംശത്തിൽ പിറന്ന മകനാണ് ദത്താത്രേയൻ. ശിവാംശത്തിൽ പിറന്ന മകനാണത്രേ ദുർവാസാവ്. അതുപോലെ ബ്രഹ്മാവിന്റെ അംശത്തിൽ പിറന്ന മകനാണ് ചന്ദ്രൻ എന്നുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെ ഈ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ത്രിമൂർത്തി ഭാവം ദത്താത്രേയനിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ദത്താത്രേയൻ എന്നുള്ള ആ കുട്ടി അത് വളരെ തപസ്വിയായി മാറി. ചെറുപ്പത്തിൽ തന്നെ വളരെ വലിയ തപസ്വിയായിരുന്നു അത്രേ. ആ ദത്താത്രേയന്റെ കഥ വലിയൊരു കഥയാണ്, അതൊന്നും ഇപ്പൊ നമ്മൾ പറയണ്ട. പക്ഷെ ആ മുനി വളരെ പേര് കേട്ടു. അതായത് അദ്ദേഹത്തിന്റെ ശക്തി വളരെ പ്രസിദ്ധിയായി. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ജനങ്ങളൊക്കെ തടിച്ചുകൂടി. പക്ഷെ ഇദ്ദേഹത്തിന് ഇതൊന്നും ഇഷ്ടമല്ല. ഇദ്ദേഹം എല്ലാം അൾട്ടിമേറ്റ് ട്രൂത്തിന്റെ അന്വേഷിച്ച് നടക്കുന്ന മഹാനായിരുന്നു. അപ്പൊ അദ്ദേഹം പല സ്ഥലത്തും ഏകാന്ത വാസത്തിന് വേണ്ടിയിട്ട് തപസ് ചെയ്യാനൊക്കെ പല സ്ഥലത്തും പോയപ്പോൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തിന് ചുറ്റും കൂടുകയാണ്. ഇതെങ്ങനെയാണ്? അദ്ദേഹം രക്ഷയില്ലാതെ അവസാനം ഒരു നദിയിൽ മുങ്ങി എന്നാ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ട് 3-4 ദിവസം നദിയിൽ ഒളിച്ചു എന്നൊക്കെ പറയുന്നു. എന്നിട്ടും ജനങ്ങളെ വിട്ടില്ല എന്നാ പറഞ്ഞു. ജനങ്ങൾ പുറത്ത് കാത്തു നിന്നു അദ്ദേഹം തിരിച്ചു വരുന്നു. അത്രയ്ക്കും തേജസ്വിയായിരുന്നു അത്രേ ഈ ദത്താത്രേയൻ. അങ്ങനെ തിരിച്ചു വരുമ്പോ ദത്താത്രേയൻ അറിയാം പുറത്ത് ഇവര് കാത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഒരു അഭിനയം കാഴ്ചവെച്ചു അത്രേ. അവിടെ പിന്നെ മദ്യക്കുപ്പി കയ്യിൽ എടുത്തോണ്ട് പുറത്തേക്ക് വന്ന് ഇങ്ങനെ ഒരു മതോന്മത്തനായിട്ടൊക്കെ അഭിനയിച്ച്, അപ്പൊ ജനങ്ങൾ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ ആ ദിവ്യശക്തിയൊക്കെ പോയി എന്ന് പറഞ്ഞ് എല്ലാവരും പിൻവലിഞ്ഞു. അങ്ങനെ അതോടുകൂടി അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് വളരെ സന്തോഷവാനായി മുടുതുണി പോലും ഉപേക്ഷിച്ചു എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അവധൂതൻ എന്ന് പറയുന്നത്.
അവധൂതനാണത്രേ ഈ പറയുന്നത്. ഇതൊക്കെ അമ്മ എന്നുള്ള ആ അനസൂയയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അനസൂയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു കഥയിൽ എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ തപശക്തി കൊണ്ട് ഭൂമിയിൽ എത്രയോ വർഷക്കണക്കിന് 10, 20, 15 വർഷങ്ങള് ഈ ക്ഷാമം നേരിട്ടപ്പോ ജനങ്ങൾക്ക് തപശക്തി കൊണ്ട് സകലതും കൊടുത്തു അത്രേ അനസൂയ. അത്രയ്ക്കും തപശക്തിയായിരുന്നു അനസൂയക്ക് എന്ന് പറഞ്ഞ. ഇന്ദ്രൻ പിന്നെ കുറെ കഥകളുണ്ട് അനസൂയയുടെ. ശീലാവതിയുടെ കഥ പറയുന്നുണ്ട്, മാണ്ഡവ്യ മഹർഷിയുടെ കഥ. അതുപോലെ ശീലാവതി അനസൂയയുടെ സഖിയായിരുന്നു. എന്നിട്ട് ആ അനസൂയ പ്രാർത്ഥിക്കുന്നതും, അതുപോലെ ഇന്ദ്രൻ പിന്നെ എന്തോ ഇരുട്ടിന് വേണ്ടി 10 ദിവസം സൂര്യനെ ഉദിക്കാതാക്കി. ഇങ്ങനെയുള്ള കുറെ കഥകള്, ദത്താത്രേയ മുനിയുടെ കഥകള്, അമ്മയുടെ കഥകളും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത്, ദത്താത്രേയ മുനി ഒരു സ്ഥലത്ത് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അടുത്തുകൂടി യദു മഹാരാജാവ് വലിയ പരിവാരങ്ങളോടുകൂടി, വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നടന്ന് ഘോഷയാത്ര പോയി. പക്ഷേ ഈ ദത്താത്രേയ മുനി കേട്ടിട്ടില്ല, അതറിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. ആ പരമാനന്ദത്തിൽ ലയിച്ചുകൊണ്ടിരുന്ന ദത്താത്രേയ മുനിയെ കണ്ടപ്പോൾ യദു മഹാരാജാവിന് അത്യന്തം ആഹ്ലാദം തോന്നി എന്നാ പറയുന്നത്. അത്യന്തം സന്തോഷം തോന്നി. ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറയുന്നു. അത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്. അദ്ദേഹം ഉണരുന്നവരെ കാത്തിരുന്ന് ആ ദത്താത്രേയ മുനിയുടെ അടുത്ത് യദുവും ദത്താത്രേയനും തമ്മിലുള്ള സംവാദം, ചോദ്യോത്തരങ്ങളായിട്ടാണ് ഈ 24 ഗുരുക്കന്മാരുടെ കഥ ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ 11ാമത്തെ സ്കന്ധത്തിൽ വിസ്തരിക്കുന്നത്. ഇതിനെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഉദ്ധവരോട് കൃഷ്ണൻ പറയുന്ന ഭാഗമാണിത്. അതുകൊണ്ട് ഉദ്ധവ ഗീത എന്നും. ഈ യഥാർത്ഥത്തിൽ ഈ കഥ പറയുന്നത് ഈ ദത്താത്രേയ മുനി യദു മഹാരാജാവിനോട്, ദത്താത്രേയ മുനിയെ അറിയപ്പെടുന്നത് വലിയ അവധൂതനായിട്ടാണ്. അതുകൊണ്ടാണ് അവധൂത ഗീത എന്ന് പറയുന്നത്. അവധൂത ഗീത എന്നും ഇതേ ഗീതയ്ക്ക് പേരുണ്ട്. ഈ അത്ര പ്രധാനപ്പെട്ട മോക്ഷമാർഗമാണ്. സെൽഫ് റിയലൈസേഷൻ എങ്ങനെയാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നുള്ളതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു മാനുവലാണ് ഈ ഏകാദശ സ്കന്ധം. ഇത് കേൾക്കാനായിട്ട് മാത്രം വർഷങ്ങളോളം എത്രയോ സപ്താഹത്തിന് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി മാത്രം. സപ്താഹങ്ങളിലെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും അത്ര താല്പര്യമില്ല. പക്ഷെ ഈ ഏകാദശി സ്കന്ധം എത്ര കേട്ടാലും മതി വരില്ല. അത് മഹാത്മാക്കളൊക്കെ പറയുന്നത് കേൾക്കണം. നമ്മളൊന്നും പറയുന്ന പോലെയൊന്നുമല്ലല്ലോ. അത് ആ പണ്ഡിത ശ്രേഷ്ഠന്മാര് സകല ചെറിയ മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകിച്ച് സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി, അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഏകാദശ സ്കന്ധ വിവരണമൊക്കെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കണം മഹാന്മാർ. നമ്മൾ ഈ വെറുതെ വായനയില്ലാതെ ഇത് പെരിഫറലായിട്ട് ഇങ്ങനെ ഇത് മാത്രം ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഭാഗവത മഹാത്മ്യ കഥകളൊക്കെ ഒന്ന് വായിക്കണം. ശരിക്കും അതിലിങ്ങനെ പരമാനന്ദത്തിൽ ലയിച്ചിരിക്കാൻ നമുക്ക് സാധിക്കും. എത്ര സമയം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതില് ഈ ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം എന്ന ഏറ്റവും ആ ഭാഗവത ധർമ്മം എന്താണ് മനുഷ്യധർമ്മം എന്ന് കൃത്യമായി പ്രവചിക്കുന്ന ഈ ഭാഗം യദു മഹാരാജാവും അവധൂതൻ, ദത്താത്രേയ അവധൂതൻ എന്നാ പറയാം, ആ എല്ലാം ഉപേക്ഷിച്ച് നടക്കുന്ന അവധൂതൻ തമ്മിലുള്ള സംഭാഷണമായിട്ടാണ്. ആ ആനന്ദ നിർവൃതിയിൽ ഇരിക്കുന്ന ദത്താത്രേയ മുനിയുടെ അടുത്ത് പോയിട്ട് യദു മഹാരാജാവ് ഇങ്ങനെ പറയുകയാണത്രേ, അങ്ങ് എങ്ങനെയാണ് ഇത്രയധികം ആനന്ദം അനുഭവിക്കുന്നത്? ഇതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വിനയാന്വിതനായിട്ട് പറഞ്ഞപ്പോൾ ദത്താത്രേയ മുനി പറയുകയാണത്രേ, ഇതെനിക്ക് സാധിച്ചത്, എനിക്ക് ധാരാളം ഗുരുക്കന്മാരുണ്ട്, അനേകം ഗുരുക്കന്മാരുണ്ട്. ഈ പ്രകൃതിയിലെ ധാരാളം ഗുരുക്കന്മാരെ ഞാൻ ആശ്രയിച്ചു. അവരിൽ നിന്ന് കണ്ടും കേട്ടും ഒക്കെ ഞാൻ പഠിച്ചു. ആ പഠിച്ച കുറെ ഗുരുക്കന്മാരില് 24 ഗുരുക്കന്മാരുടെ കാര്യം മാത്രം ഞാനിപ്പോ പെട്ടെന്ന് പറഞ്ഞു തരാം. അങ്ങനെയാണ് ദത്താത്രേയ മുനി അവധൂതൻ. അതുകൊണ്ടാണ് അവധൂത ഗീത എന്ന് പറയുന്നത്. അവധൂതൻ ആയ ദത്താത്രേയ മുനി പറയുകയാണത്രേ, ഏറ്റവും അത്രയധികം നിഷ്ഠയോടുകൂടി നടന്ന ആ ദത്താത്രേയ മുനി പറയുന്ന ഭാഗമാണ് ഏകാദശ സ്കന്ധത്തിന്റെ ക്രക്സ്. അത് കൃഷ്ണൻ
ഉദ്ധവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കഥ. കഥയ്ക്കുള്ളിലെ കഥ എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ് സംഭവം. അപ്പൊ അതില് ആ 24 ഗുരുക്കന്മാരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അതിലൊക്കെ ഈ ശീലാവതിയുടെ കഥയൊക്കെ പറയുന്നുണ്ട് അതില്. അതൊക്കെ നമുക്ക് അറിയുന്ന കഥകളാണ്. കഥകളുടെ പ്രാധാന്യം അത്ര വലിയ ഇതില്ല. പക്ഷെ അതിന്റെയൊക്കെ ആസക്തി, ആ ശീലാവതി ഭർത്താവിനെ അതല്ലേ ഒന്നും വയ്യാത്ത ഭർത്താവിനെ ആ കാമാസക്തി പൂണ്ടിട്ട് സ്വന്തം ഭർത്താവിനെ വേറൊരു സ്ത്രീയിലേക്ക് രമിക്കാൻ വേണ്ടിയിട്ട് തലയിൽ ചുമന്നിട്ട് പോയ ശീലാവതിയുടെ കഥയൊക്കെ നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ടാകും കുട്ടികൾക്കൊക്കെ. അല്ല, പക്ഷെ അതിന്റെയൊക്കെ തത്വമാണ്. ആ പതിവ്രതാ ധർമ്മം മാത്രമല്ല, ആ കാമാസക്തിയുടെ ഏറ്റവും ദൂഷ്യവശങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടും, അതില് ധർമ്മവും മനസ്സിലാക്കാം, അധർമ്മവും മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവേണ്ടത്. എനിവേ, ഇതില് ആദ്യത്തെ ഗുരുവായിട്ട് പറയുന്നത് ഭൂമിയാണ്. പഞ്ചഭൂതങ്ങളെയാണ് ആദ്യം ഗുരുവായിട്ട് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുവെങ്കിലും വളരെ കുറച്ചുകൂടി വിസ്തരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഭൂമി നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഗ്രൂപ്പ് 1 കുട്ടികൾക്കൊക്കെ സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന വണ്ടിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമി എന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സമുദ്രം വസ്ത്രമായി തിരിക്കുന്നവളും പർവ്വതസ്ഥനങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളും വിഷ്ണു ഭഗവാന്റെ പ്രിയത പത്നിയുമായ ഭൂമി ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് ഈ പറയുന്ന ശ്ലോകത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇതും കൂടി പറഞ്ഞാലോ, ഭൂമി എന്നുള്ളത് വലിയൊരു ഗുരുവാണ്. ക്ഷമയാ ധരിത്രി എന്നൊക്കെ നമ്മൾ പറയും. ഭൂമി ദേവിയുടെ പ്രാധാന്യം, അല്ലെ? ഭൂമിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്. പഞ്ചമാതാക്കളിൽ ആ ദേഹമാത, ദേശമാത, ഭൂമാത, വേദമാത, ഗോമാത എന്നുള്ള ആ പഞ്ചമാതാക്കളിൽ ഒന്നാണ് ഭൂമി. നമ്മുടെ എല്ലാം മാതാവാണ് ഭൂമി. ക്ഷമയുടെ മൂർത്തിമത് ഭാവമാണ് ഭൂമി. മാത്രമല്ല, നമ്മളുടെ സകലവിധ തോന്നിയവാസങ്ങളും മനുഷ്യനും മറ്റ് പല മൃഗങ്ങളും, എല്ലാം മൃഗങ്ങൾ അത്രത്തോളം ഇല്ല, മനുഷ്യരാണ് ഒക്കെ നടത്തുന്നത് ഭൂമിയിലാണ്. പണ്ടൊക്കെ പറയും ഭൂമിദേവി മഹാവിഷ്ണുവിന്റെ അടുത്ത് പോയി യാചിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിച്ചിട്ട്, ഈ രാവണന്റെയും ഹിരണ്യകശിപുവിന്റെയും ഒക്കെ ശല്യം കാരണം. അതേപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മളിലൊക്കെയുള്ള രാവണത്വവും ഹിരണ്യകശിപത്വവും ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രാക്ഷസീയ ഭാവം, അത് കാരണം നമ്മുടെ ഭൂമാത എത്രത്തോളം വിഷമിക്കുന്നുണ്ടാകും. നമ്മൾ ഈ ഭൂമി ദേവിയെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഭൂമിയുടെ സമ്പത്തുകൾ നമ്മൾ കൊയ്യുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ഭൂമിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ആ ഭൂമിയുടെ താപനില നിലനിർത്താൻ ചെയ്യുന്നുണ്ടോ? ഭൂമിയുടെ ബാലൻസ് നിലനിർത്താൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നശിപ്പിക്കുന്നത്, അതുകൊണ്ടല്ലേ പറയുന്നത് ഒരു മരം വെക്കുമ്പോൾ, ഒരു മരം മുറിക്കുകയാണെങ്കിൽ 10 മരം വെക്കണം എന്നൊക്കെ നമ്മുടെ മഹാന്മാരൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നതിന് കാരണം ഇതാണ്. അപ്പൊ നമുക്ക് നശിപ്പിക്കാനല്ലാതെ ക്രിയേഷൻ, ആ എന്നുള്ളത് സൃഷ്ടികർമ്മത്തില് എന്തെങ്കിലും ചെറിയ ഭാഗമാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ സൃഷ്ടിപരമായ, അപ്പോ ആ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം, അതേപോലെ ക്ഷമയുടെ പ്രാധാന്യം, ഭൂമി ഒരിക്കലും സ്വധർമ്മം ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള ആ പാഠം, ഇങ്ങനെ ആ ഭൂമിയാകുന്ന ഗുരുവിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നാണ് അവധൂതൻ യദു മഹാരാജാവിനോട് പറയുന്നത്. ഇങ്ങനെയുള്ള ആ ഭൂമി ശരിക്കു പറഞ്ഞാൽ എന്റെ മാതാവ് എന്നല്ലേ, എന്റെ അമ്മയ്ക്ക് സമാനമല്ലേ ഭൂമി ദേവി. ആ ഭൂമി ദേവിയെ എന്നും ഞാൻ നമസ്കരിക്കാൻ പഠിച്ചു. എന്റെ ആ ഗുരുവാണ് ഭൂമി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവധൂതൻ യദു മഹാരാജാവിന്. രണ്ടാമത്തത് ജലം. പഞ്ചഭൂതങ്ങളിലെ രണ്ടാമത്തെ ആണ് ജലം. ജലത്തിന്റെ ഏറ്റവും പ്രധാന ക്വാളിറ്റി ഇതെല്ലാം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാരണം ഈ പ്രകൃതിയിൽ കാണുന്ന പരിസ്ഥിതി സംരക്ഷണം, എൻവയോൺമെന്റൽ സയൻസ്, എൻവയോൺമെന്റൽ ഡേ, എൻവയോൺമെന്റ്സിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പറഞ്ഞ് കുട്ടികളെ കൊണ്ട് ഉപന്യാസവും പ്രസംഗവും ഒക്കെ ചെയ്യിക്കും. പക്ഷെ ഈ ഭാഗം പറഞ്ഞു കൊടുക്കില്ല. നമ്മുടെ ശ്രീമദ് ഭാഗവതത്തില് ഈ പഞ്ചഭൂതങ്ങളിലെ ഉപാസിക്കുന്നതിന്റെ പ്രാധാന്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഗുരു സങ്കല്പമായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചു കുട്ടികളെ നമ്മുടെ ഈ സിലബസിലുള്ള ഭാഗം മാത്രം സമുദ്രവസന എന്ന് മാത്രം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇരുത്തേണ്ടതല്ല. അതിന്റെ കൂടെ, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ കാരണം. നമ്മൾ ഈ സിലബസിനെ കുറച്ചും കൂടി ഉള്ളിലേക്ക് മനസ്സിലാക്കിയിട്ട്, ഇപ്പൊ ജലത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി തീർത്ഥേസ്മിൻ സന്നിധിം ഗുരു, ആ തീർത്ഥാടനത്തിന്റെ പ്രാധാന്യം, തീർത്ഥങ്ങള്, പിന്നെ ഗംഗ, യമുന, സരസ്വതി അല്ലെ, നർമ്മദ, സിന്ധു, കാവേരി, ഗോദാവരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ നദികളെ കുറിച്ചിട്ടൊക്കെ തീർത്ഥ സ്നാനങ്ങളിൽ സ്നാനം ചെയ്യുന്നതിന്റെ പ്രാധാന്യം, അവിടെയൊക്കെ
എന്ത് ചെയ്തുകൂടാ? ആ തീർത്ഥസ്നാനങ്ങളൊക്കെ ഇന്നത്തെ മനുഷ്യൻ മലിനമാക്കുന്നു, പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനമാക്കുന്നു, അതിലേക്ക് കുപ്പയെറിയുന്നു. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ആ ഇതില് പ്രളയം വന്നപ്പോ എല്ലാ നദികളും അതിലേക്കിട്ട മാലിന്യങ്ങളൊക്കെ തിരിച്ച് മനുഷ്യന് മുഖത്തേക്ക് വാരി വലിച്ചെറിഞ്ഞതുപോലെ എല്ലാ നദികളും വാരി എറിഞ്ഞു. സമുദ്രത്തിന്റെ ഡ്യൂട്ടി പോലെ തന്നെ നദികളും ചെയ്തു. അപ്പൊ നദികളുടെ പ്രാധാന്യത്തെ കുറിച്ച്, നമ്മുടെ നദീ സങ്കല്പം, നദീതട സംസ്കാരങ്ങൾ, നദിയെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം, ഇതൊക്കെ നമുക്ക് ജലം സംരക്ഷണത്തിലൂടെ പറഞ്ഞു കൊടുക്കാം. ജലം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ജലം എന്നുള്ളത് ഒരു റിസോഴ്സ് ആണ്. അപ്പൊ ആ ജലത്തിന്റെ ശുദ്ധിയെ കുറിച്ച് ഇവിടെ പഠിക്കേണ്ട പാഠം എന്താ? ശുദ്ധി. ആ ശുദ്ധിയുടെ കൂടെ നമ്മൾക്ക് മുഴുവൻ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാം. ജലസംരക്ഷണം അല്ലെ? ഇപ്പോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന്റെ കാര്യം പറയുന്നുണ്ട്, നമ്മൾ മഴക്കുഴികൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിന്റെ കൂടെ പറഞ്ഞു കൊടുത്തുകൂടെ നമുക്ക്? എത്ര കാര്യങ്ങൾ. അതേപോലെ നിർമ്മലത്വം അല്ലെ? വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അധികം സ്വഭാവമുണ്ട് ആ നിർമ്മലത എന്നുള്ള സ്വഭാവം. എന്താ? അത്രയും നൈർമല്യമുള്ളവരായിരിക്കണം, നിഷ്കളങ്ക ഭാവം, ഒരിക്കലും മലിനപ്പെടാത്ത അവസ്ഥ. വിദ്യാർത്ഥികൾക്ക് മാലിന്യം ഉള്ളിലുണ്ടാവരുത്, പുറത്തുണ്ടാവരുത്. അതിന്റെ പ്രാധാന്യം ഞാൻ ജലത്തിൽ നിന്ന് പഠിക്കുന്നു എന്ന് ആ ദത്താത്രേയ ഗുരു ഇവിടെ പറയാണ്. അപ്പൊ ശുദ്ധിയുടെ പ്രാധാന്യം, നിർമ്മലതയുടെ പ്രാധാന്യം, പിന്നെയോ ഈ പറഞ്ഞ തീർത്ഥങ്ങളെയൊക്കെ നമസ്കരിച്ച് ജീവിക്കാനുള്ള പ്രചോദനം, ഇതൊക്കെ ഞാൻ ഈ ജലത്തിൽ നിന്ന് മനസ്സിലാക്കി എന്ന് ദത്താത്രേയ ഗുരു പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ ബാലവികാസ് ഗുരുക്കന്മാര് നിർബന്ധമായിട്ടും 24 ഗുരുക്കന്മാരെയും കാണാതെ ശരിക്കും പഠിച്ച് അത് കുട്ടികൾക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അനുഭവ സമ്പത്ത് സമ്പാദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്തത് പഞ്ചഭൂതങ്ങളിൽ അടുത്തത് അഗ്നിയാണ്. അഗ്നിയുടെ എന്താ? അഗ്നിയുടെ സവിശേഷത, അഗ്നിയുടെ ക്വാളിറ്റി എന്താ? ചൂടാണ് അല്ലെ? ഹീറ്റ്. ആ ചൂട് എന്താ? എങ്ങനെയാ? തപസ് കൊണ്ട്. അഗ്നി ദൈവന്റെ തപസ് എന്ന് പറയും. ഗാണ്ഡവ ദഹനമൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ മഹാഭാരതത്തില്. ആ ഗാണ്ഡവവനം ദഹിപ്പിക്കാനായിട്ട് അഗ്നി ഇങ്ങനെ കൃഷ്ണന്റെ അർജുനന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതൊരു വലിയ, അത്ര നല്ലൊരു ഭാഗമല്ല. എനിക്ക് സങ്കടം തോന്നുന്ന ഒരു ഭാഗമാണ് മഹാഭാരതത്തിലെ. വളരെ സങ്കടപ്പെട്ട വരുന്ന ഒരു കാണ്ഡവനം. ഇങ്ങനെ കുറെ യാഗമൊക്കെ ചെയ്ത് നെയ്യൊക്കെ സേവിച്ച് എന്റെ വയറൊക്കെ സ്തംഭിച്ചിരിക്കുകയാണ്, എനിക്ക് കുറെ ഭക്ഷണം വേണം, കുറെ നല്ല ഔഷധങ്ങളൊക്കെ ഭക്ഷിക്കണം, അതുകൊണ്ട് കാണ്ഡവനം എനിക്ക് ഒക്കെ ശാപമൊക്കെയാണ്, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ നദി വരുന്നത് ഇന്ദ്രൻ എന്നെ സമ്മതിക്കുന്നില്ല, ഇന്ദ്രന്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണം, ഇന്ദ്രൻ ഇങ്ങനെ എപ്പോഴും ഞാൻ ദഹിക്കാൻ തുടങ്ങും, അങ്ങനെയൊക്കെ ആ അഗ്നിദേവൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് പറയാനുള്ളത് അഗ്നിയുടെ പ്രാധാന്യം എന്താ? അഗ്നിശുദ്ധി വരുത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. അഗ്നിയും ജലശുദ്ധി പോലെ തന്നെ അഗ്നിയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ പണ്ടൊക്കെ ജലസമാധി എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ഭഗവാന്റെ അടുത്തൊരു ഒരു കുട്ടി ഒരു കഥയുണ്ട്. ആക്ച്വലി തിരുപ്പതി വെങ്കടാചലപതിയുടെ അടുത്ത് ദർശനത്തിന് പോയ അമ്മയും മകനും, ഒരേ ഒരു മകൻ, ആ മകൻ തിരിച്ചു വന്നില്ല. നോക്കുമ്പോ അവിടുത്തെ തീർത്ഥക്കുളത്തിൽ മുങ്ങി മരിച്ചു. സായി ഭക്തിയായിരുന്നു. കഷ്ടപ്പെട്ട് പ്രശാന്ത നിലയത്തിലെത്തി ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ ശരണം പ്രാപിച്ചു കരഞ്ഞു വിലപിച്ചു, എന്റെ ഒരേ ഒരു മകനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോ ആ ഭഗവാൻ കൈവെള്ളയിൽ, നീ കരയല്ലേ, ഞാൻ നിനക്ക് പറയട്ടെ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം, കഴിഞ്ഞ ജന്മത്തില് അവനൊരു മുനിയായിരുന്നു, അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ജലസമാധി അടയുക എന്നുള്ളതായിരുന്നു. ഇത് കാണിച്ചു കൊടുക്കാൻ ആ കഴിഞ്ഞ ജന്മം. അങ്ങനെ അവന്റെ ആഗ്രഹം അടുത്ത ജന്മത്തിൽ സാധിക്കാമെന്ന് അവന്റെ ആഗ്രഹ വാസനകൾ കാരണം ഈ ജന്മത്തിലാണ് അവന് സാധിച്ചത്. അവൻ മരിച്ചതല്ല, അവൻ ജലസമാധി അടഞ്ഞതാണെന്ന് ആ കൈവെള്ളയിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ സ്ത്രീക്ക്. അപ്പോ ആ ജലത്തിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ ജലസമാധിയുടെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജലസമാധി, അതുപോലെ അഗ്നിശുദ്ധി, ജലത്തിലും ശുദ്ധി അഗ്നിയിലും ശുദ്ധി. ആ ഏത് ആഹാര പദാർത്ഥങ്ങളും ഇതിലിട്ടാലും കത്തിക്കൊള്ളും. ആ നിസ്സംഗഭാവം എത്ര ചില സമയത്ത് നമ്മുടെ അഗ്നി ഒളിച്ചിരിക്കുന്നവരുണ്ട്. എപ്പോഴും അങ്ങനെ തേജസ്വിയായിട്ട് ഇങ്ങനെ താൻ വീമ്പിളക്കിക്കൊണ്ടിരിക്കില്ല എന്നാ പറയുന്നത്. ആ ഭാവവും അഗ്നിയിൽ നിന്ന് പഠിക്കാം. ജഠരാഗ്നിയായിട്ട് ഉള്ളിൽ വഴങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ജഠരാഗ്നിയായിട്ട് നമ്മുടെ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ആ ചതുർവിധങ്ങളായ ആ ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെയാ ദഹിപ്പിക്കുന്നത്? ആ ജഠരാഗ്നിയാണ് എന്ന് ആ ശ്ലോകം പഠിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാലോ. അപ്പൊ തീർച്ചയായിട്ടും അഗ്നി എന്ന
ആ ഗുരുവിനെ സങ്കല്പിച്ച് നമ്മുടെ ദത്താത്രേയ ഗുരു യദുവ മഹാരാജാവിനോട് പറയാണ്. അടുത്തത് വായു. വായുവിൽ നിന്നും ഇതേപോലെ നിസ്സംഗത. വായുവിനെ ഏത് കണ്ടന്റ്സ് പോയാലും ആ കണ്ടന്റിനെ രൂപമെടുക്കാനുള്ള കഴിവാണ് വായു, അല്ലെ? എത്ര സേവനമാണ് വായു ചെയ്യുന്നത് പറയും. വായു ഇല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാം നിശ്ചലം. പ്രാണവായു ഇല്ലെങ്കിൽ എല്ലാം നിശ്ചലമാണ്. സസ്യലതാദികൾക്കും ആ ജന്തുക്കൾക്കും ഒക്കെ ആ ജീവൻ കൊടുക്കുന്ന പ്രാണനായ വായു, ആ സേവനത്തിന്റെ മഹാത്മ്യം, ഇതൊക്കെ ചെയ്യുവാണെങ്കിലും ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ആ നിസ്സംഗ ഭാവം ഞാൻ വായുവായ ആ പഞ്ചഭൂതത്തിൽ നിന്നും പഠിച്ചു എന്ന് ആ ദത്താത്രേയ അവധൂതൻ പറയുകയാണ്. അടുത്തത് ആകാശം. ആകാശമോ? ആകാശം ശരിക്കും ആത്മാവിനെ കുറിച്ചിട്ടുള്ള പാഠമാണത്രേ ആകാശം നൽകുന്നത്. എന്താ? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് ആകാശം. ഈ ആകാശത്തെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവപ്പെടും. നമ്മൾ പറയുന്നത് മുകളിൽ കാണുന്ന മേഘങ്ങളെ ഇവർ ആകാശം എന്ന് തെറ്റിദ്ധരിക്കും. ആകാശം എന്നത് അതല്ല. ഈ കാണുന്ന സ്പേസ് എന്നുള്ള, ഈതർ എന്നുള്ള ആ ഭാഗം നമുക്ക് എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു. ആകാശമില്ലാത്ത സ്ഥലം. ഏറ്റവും സൂക്ഷ്മമായത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശമാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ആകാശം. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പരമാത്മാവിനെ സ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണത്രേ. ആകാശത്തെ കാണുമ്പോൾ എനിക്ക് പരമാത്മ ചിന്തയുണ്ടാകുന്ന പറയുന്നത്. എന്താ കാരണം? പരമാത്മാവ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അതിന് ആ സ്ഥലകാല ഭേദമില്ല, അതൊന്നുമില്ല, വ്യത്യാസമൊന്നുമില്ല. എപ്പോഴും എവിടെയും നിറഞ്ഞിരിക്കുന്ന ആകാശം. ആ ആകാശത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ പറയുന്ന ആ പരമാത്മാവിനെയാണ്. പരമാത്മാവ് ജീവാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലും സകല സ്ഥലത്തും വിളങ്ങി നിൽക്കുന്നു എന്നുള്ള ആ ചിന്ത ദത്താത്രേയ ഗുരു പറയാണ്, ആകാശം എന്റെ ഗുരുവാണ് എന്ന്. നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആത്മാവിനെ കുറിച്ചിട്ടൊക്കെ ധാരാളം കേൾക്കും. ആ സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കുട്ടികളുടെ സ്പിരിച്വൽ കോഷ്യന്റ്, അല്ലെ? ആ SQ എന്താ, ഡൊമൈൻസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ, അല്ലെ? ഫിസിക്കൽ, ഇന്റലക്ച്വൽ, ഇമോഷണൽ, സൈക്കിക് ആൻഡ് സ്പിരിച്വൽ. അതിലെ ആ സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കാൻ ദേഹവികാസം, ബുദ്ധിവികാസം, മനോവികാസം, ഭാവവികാസം, ആത്മവികാസം. ആത്മാവിനെ കുറിച്ച് എന്താ ഈ ആത്മാവ്? ജീവാത്മാവ് എന്താ? പരമാത്മാവ് എന്താ? ജീവാത്മാവ് പൂർണ്ണമാണോ? ജീവാത്മാവിൽ പരമാത്മാവ് ലയിച്ചിട്ടുണ്ടോ? അല്ല പരമാത്മാവിൽ ജീവാത്മാവുണ്ടോ? ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്നതല്ലേ? അപ്പൊ എല്ലാ സ്ഥലത്തും നിറഞ്ഞിരിക്കുന്നത് ആ പരമാത്മാവാണെന്നുള്ള ആ ബോധം. ജീവാത്മാവ് പരമാത്മ വ്യത്യാസമില്ലാതെ ആ ഒന്നായി കാണുന്നതിനെയാണ് ആത്മചിന്ത എന്ന് പറയുന്നത്. ആ ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമുക്ക് ഈ ആകാശമാകുന്ന ഗുരുവിൽ നിന്ന് പഠിപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച ഞാനിത് പറഞ്ഞപ്പോ ജസ്റ്റ് ആ വാല്യൂ സോങ് പാടിയിരുന്നു. അതൊന്നും മുഴുവൻ പാടാൻ വേണമെങ്കിൽ. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നു ചേരും. ദേഹവും ലോകവും വിട്ടുപോയാൽ ആരും ആത്മസ്വരൂപനിൽ ചെന്നു ചേരും. ബ്രഹ്മസ്വരൂപത്തിൽ എത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. ബ്രഹ്മസ്വരൂപത്തിൽ എത്തുന്നതിന് സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം. അത് രണ്ടാമതും പാട്. ലോകസുഖങ്ങൾ നശിക്കുന്നതു കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദം ചൈതന്യം തന്നുകൊള്ളും. ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആനന്ദ ചൈതന്യം തന്നുകൊള്ളും. പരമാനന്ദ ചൈതന്യം തന്നുകൊള്ളും. ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. ശാശ്വതമായുള്ളൊരാനന്ദരൂപന് ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. നിത്യനീരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. ദുഃഖമെന്നൊന്നുമേ കാണുകില്ല.
ആത്മാവിനീ ഭൂവിൽ ബന്ധമില്ല, സ്വന്ത ദേഹവുമായൊരു ബന്ധമില്ല, ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ, പരമാത്മാവുമായുള്ളൊരാത്മബന്ധം. മനോഹരമായ ഈ വാല്യൂ സോങ് ആകാശത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആത്മപ്രകാശം ഉണ്ടാകാനായിട്ട് പറഞ്ഞു കൊടുക്കാം. അടുത്തത് ചന്ദ്രനാണ്. അടുത്ത ഗുരു ചന്ദ്രൻ. ചന്ദ്രന്റെ പ്രാധാന്യം ഞാനെന്ന് പറഞ്ഞു. പൂർണ്ണചന്ദ്രൻ അല്ലെ, അതാണ് ഗുരു പൂർണിമ. ആ പൂർണ്ണമാകണം, മനസ്സ് പൂർണ്ണ ചന്ദ്രനെ പോലെ ആകണം. ചന്ദ്രമോ മനസ്സാ ജായതി എന്ന് കഴിഞ്ഞ ആഴ്ച പറയണ്ടായില്ലേ. ആ ചന്ദ്രൻ എപ്പോഴും ക്ഷയവൃദ്ധി, നമുക്ക് അമാവാസി പൗർണമിയൊക്കെ അറിയാം, ആ ക്ഷയവൃദ്ധി വരും. ഈ ക്ഷയവൃദ്ധി ചന്ദ്രനല്ലത്രേ, ചന്ദ്രന്റെ കലയാണ് ഈ ക്ഷയവൃദ്ധി ഉള്ളത്. അപ്പോ ചന്ദ്രന് ഇതുമായിട്ട് ബന്ധമില്ല. നമുക്ക് അതേപോലെ ഇപ്പൊ ഈ പറഞ്ഞ ദേഹത്തിനും ആത്മാവിനും അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ ചിന്ത നമുക്കുണ്ടാകുന്ന പറയുന്നത്. അതായത് ദേഹസുഖങ്ങൾ നശിക്കുന്നതു കണ്ടിട്ടാരുമൊട്ടും ക്ലേശിക്കേണ്ടതില്ല. അത്ര മനോഹരമാണ്. അപ്പൊ നമുക്കതിൽ സങ്കടം വരണ്ട. ദേഹത്തിന് ഇങ്ങനെ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോ സങ്കടം വരണ്ട. പിന്നെയോ ആത്മനാഥൻ വന്നുണർത്തുമീ നിങ്ങൾക്ക് ആനന്ദ ചൈതന്യം തന്നുകൊൾ. അങ്ങനെ ആത്മനാഥൻ വന്ന് ഉണർത്തും നമ്മളെ. ആ നിരന്തരം ഇതൊക്കെ ഈ ശ്ലോകങ്ങളൊക്കെ നമുക്കല്ല, ഈ വാല്യൂ സോങ്ങുകളൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഗുരുക്കന്മാർ എന്നുള്ള ആ ധന്യത, ആ ഗുരു മഹാത്മ്യം എന്നുള്ള ധന്യത നമ്മുടെ ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് ആണിയടിച്ചുറപ്പിക്കാൻ ഒരു ഗുരുവിന് സാധിക്കണം, പ്രത്യേകിച്ച് ഒരു ബാലവികാസ് ഗുരുവിന്. അടുത്തത് സൂര്യൻ. സൂര്യനെ കുറിച്ച് നമ്മൾ സാധാരണ പറയാൻ എപ്പോഴും പങ്ക്ച്വാലിറ്റി ആയിട്ടാണ് അല്ലെ. പങ്ക്ച്വാലിറ്റി, എന്ത് കൃത്യനിഷ്ഠയില് സൂര്യനെ വെല്ലാൻ ആരുമില്ല എന്ന് പറയും. പക്ഷേ സൂര്യനെ അതുകൂടാതെ എന്താ അഹങ്കാരമില്ലായ്മ, മമാകാരമില്ലായ്മ എന്നുള്ള ഗുണമുണ്ട്. എന്താ കാരണം? ഈ ലോകത്തിലെ സർവ്വ ഊർജവും സൂര്യനിൽ നിക്ഷിപ്തമാണ്. എല്ലാവർക്കും ഊർജം കൊടുക്കുന്നത് സൂര്യനാണ്. ആ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ള ഐൻസ്റ്റീൻ പ്രിൻസിപ്പിളിന്റെ സോഴ്സ് എന്താണ്? സൗരോർജം. ആ സൂര്യനായിട്ടാണ് എല്ലാവരുടെ ഉള്ളിലും സൂര്യനായിട്ടാണ് വിളങ്ങുന്നത്, ഊർജമായിട്ട് വിളങ്ങുന്നു ആ സൂര്യൻ എല്ലാ സ്ഥലത്തും പ്രകാശം ചൊരിയുന്നു. അത് കൂടാതെ എത്ര അല്ലെ, സൂര്യൻ ഇല്ലെങ്കിൽ മഴയില്ല. എത്ര സമുദ്ര അല്ലെങ്കിൽ ജലാശയങ്ങളിലെ ഇതിനെയൊക്കെ നീരാവിയാക്കിയിട്ട് മേൽപോട്ട് പോയി അതിനെയൊക്കെ തണുപ്പിച്ച് അതൊക്കെ സൂര്യന്റെ കടമയല്ലേ. എന്നിട്ടോ നിസ്സംഗനായിട്ട് കൃത്യനിഷ്ഠയിൽ ലവലേശം ഞാൻ ഈ കൃത്യനിഷ്ഠയും ഈ അഹങ്കാരമില്ലായ്മയും ഒക്കെ എന്റെ സൂര്യനാകുന്ന ഗുരുവിൽ നിന്ന് പഠിച്ചു എന്ന് ആ ദത്താത്രേയ ഗുരു അവധൂതൻ യദുമഹാരാജാവിനെ പറഞ്ഞു ബോധിപ്പിക്കുന്നത് കൃഷ്ണൻ ഉദ്ധവനെ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തത് മത്സ്യത്തിനെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? മത്സ്യം എങ്ങനെയാ രസനേന്ദ്രിയത്തിലൂടെയാണ് വീഴുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ജങ്ക് ഫുഡിന്റെ പുറകെ പോകുന്ന കുട്ടികളോട് നമുക്കിത് പറഞ്ഞു കൊടുക്കാം അല്ലെ. അതേപോലെ ഭക്ഷണത്തിന്റെ പുറകെ ഉപമന്യുവിന്റെ കഥയില് അതിന്റെ കൂടെ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിൽ വിട്ട് ചാവുകയാണ് മത്സ്യം അല്ലെ. ആ കുരുക്കിൽപ്പെട്ട പിന്നെ ഇത് ഇടുന്ന ആ മീൻ പിടിക്കാനിടുന്ന ചൂണ്ടയുണ്ടല്ലോ, ആ ചൂണ്ടയിലെ ഒരു ചെറിയ നല്ല ഭക്ഷണം അത് കഴിക്കുന്ന മണ്ണിരയോ എന്തെങ്കിലും ആയിരിക്കും ഇടുന്നത്. ആ ചൂണ്ടയിൽ കുരുക്കിയ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കളയും. ഇതുപോലെ ഭക്ഷണത്തിന് വേണ്ടി ജീവൻ കളയുന്നവര് ആ രസനേന്ദ്രിയത്തിന്റെ ഇത് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. രസനേന്ദ്രിയത്തിന്റെ ഇതിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ്സിനെ അല്ലെ പോസിറ്റീവ് ആക്കുന്ന ഒരു ക്രിയയാണ് ആ 24 ഗുരുക്കന്മാരിൽ പലതും നാം കണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസ് പേപ്പറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിലെ ഈവിൾസിനെ ഏറ്റവും നല്ല അതിനുള്ള ധർമ്മം, അതിനുള്ള നല്ലതെന്താണ് എന്ന് ആ യേശുദേവൻ ആ ചത്ത പട്ടിയിൽ കണ്ട ആ സുന്ദരമായ പല്ലുകൾ എന്ന് കണ്ടല്ലോ. അതുപോലെ നമ്മൾ ഈ 24 ഗുരുക്കന്മാര് ദത്താത്രേയ ഗുരു പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തെറ്റായ കാര്യങ്ങൾ കണ്ടാലും എനിക്ക് ശരിയായ ചിന്ത വരുന്നു എന്നുള്ള ആ ബോധം, ആ ധർമ്മം, അതിനെക്കുറിച്ച് ആ ഡിസ്ക്രിമിനേഷൻ പവറിനെ കുറിച്ചിട്ടൊക്കെ ഇതിനെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും ഇതിലൂടെ. അപ്പോ മത്സ്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കും. ആ രസനേന്ദ്രിയത്തിന്റെ പിറകെ പോകരുത്. അടുത്തത് ഇയാമ്പാറ്റ ആ നേത്രേന്ദ്രിയം, നമ്മുടെ കണ്ണുകൾക്ക് അല്ലെ സൗന്ദര്യത്തിന്റെ പിറകെ പോകുന്നവര്. നമുക്ക് വേണം ചെറുപ്പക്കാർ അഡോളസൻസ് ഏജിലെ കുട്ടികളോടൊക്കെ പറയാം അല്ലെ, ആ കാമിനി കാഞ്ചനത്തിന്റെ കുടുക്കില് നമ്മൾ എത്ര കേസുകളാണ് കാണുന്നത് ഇപ്പോ ദിവസം തോറും
ആ ഒളിച്ചോടിപ്പോകലും അതുപോലെ എന്തൊക്കെ കാമിനി കാഞ്ചനത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു ജനതയാണ് ഇപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നത്, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം പ്രത്യേകിച്ച്. അപ്പൊ എത്ര എത്ര ആൾക്കാരാണ് നശിക്കുന്നത്, ആരൊക്കെ തീവ്രവാദികളാകുന്നു, ആരൊക്കെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, ആരൊക്കെ എന്തൊക്കെ ജീവിതം നശിക്കുകയാണ്, എത്ര എത്ര കുടുംബങ്ങൾ അനാഥമായി പോകുന്നു. എന്തിന്? ഒറ്റ കാരണം, ചില കുട്ടികളുടെ എന്ത് കാരണം? ഈ നേത്രേന്ദ്രിയങ്ങളുടെ പിറകെ പോകുന്ന, ആ കണ്ണിന് ആകർഷണീയത തോന്നിക്കുന്ന കാരണങ്ങളുടെ, ആ കാമിനീ കാഞ്ചനങ്ങളുടെ പിറകെ പോകുന്നത് കൊണ്ടുള്ള തിക്തഫലം അനുഭവിക്കുന്നത് അനേകം പേര്. അപ്പൊ അത് ഞാൻ അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പഠിച്ചത് ഏത് ഇയാൻ പാറ്റയിൽ നിന്നാണ്. ആ വിളക്ക് കത്തിക്കുമ്പോഴേക്കും മഴപ്പാറ്റ എന്ന് പറയുന്ന അതുപോലെ പാറ്റകൾ ഉണ്ടല്ലോ, വിളക്കിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് വന്ന് അതിലെന്തോ വലിയ കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വർണ്ണാഭമായ വിളക്കുകളുടെ അടുത്തും കൂടി അതിൽപ്പെട്ട് നശിക്കും. ക്ഷണികമായ ജീവിതം ഇതുപോലെയാണ് നമ്മൾ. അത് അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പഠിച്ചത് ഇയാൻ പാറ്റയിൽ നിന്നാണ് എന്ന് ദത്താത്രേയ ഗുരു. അടുത്തത് വണ്ട്. ഈ പൂവിന്റെ ഗന്ധം നമ്മള് ആൺകുട്ടികള് ഒക്കെ പറയാം, പെൺകുട്ടികളൊക്കെ നല്ല പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ അവർക്ക് ചുറ്റും മണത്തോണ്ട് പോകുന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഈ ശീലങ്ങള്, ഈ ദുശീലങ്ങള്. ഈ വണ്ട് എന്ത് ചെയ്യും? പല പൂവിലും പോയിരിക്കും. അവസാനം ചെമ്പകപ്പൂവിന്റെ അടുത്ത് പോയി ഇരുന്നപ്പോ അതിന്റെ ആ മണത്തില് അത് പെട്ട് നശിക്കും, ബോധമറ്റ് വീഴുന്നാണ് ശ്രീമദ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ ഗന്ധത്തിന്റെ നമ്മളെന്താ പറയുന്നത്? ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? ഭഗവത്പാദപൽപ്പങ്ങളുടെ സൗരഭ്യം കലർന്ന തുളസീതളമായിരിക്കട്ടെ എന്റെ നാസികകൾ ഇന്ന് ആസ്വദിക്കുന്നത് എന്നുള്ള ആ ചിന്ത നമുക്ക് രാവിലെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ചെയ്യുന്നത് വേറെ കർമ്മമാണെങ്കിലോ ഈ ചെമ്പകപ്പൂവിനെ പോലെ അതിൽപ്പെട്ട വണ്ടിനെ പോലെ നമ്മൾ നശിക്കും എന്നുള്ള തത്വം നമ്മള് ഇത് വണ്ടിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നുള്ളത് ആ അവധൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അടുത്തത് തേനീച്ച. തേനീച്ചയിൽ നിന്ന് പഠിക്കേണ്ട എന്താ? ഭിക്ഷാടനം. എങ്ങനെ പണ്ടത്തെ ഭിക്ഷ അന്നേരത്തേക്കുള്ള ആഹാരം മാത്രമേ വാങ്ങിക്കുള്ളൂ. ബ്രാഹ്മണരൊക്കെ അങ്ങനെയാണ് അത്ര ജീവിക്കേണ്ടത്. അന്നേരത്തേക്കുള്ള കൂട്ടിവെക്കാൻ പാടില്ല. തേനീച്ച അതാ ചെയ്യുന്നത്, ധാരാളം തേൻ കൂട്ടിവെക്കും പിന്നെ കാലത്തൊക്കെ. പക്ഷെ അതിനെ ഭക്ഷിക്കാൻ യോഗം ഉണ്ടാവില്ല. ആരെങ്കിലും രാത്രി വന്ന് ചൂട്ട് കത്തിച്ച് അത് തേനീച്ചിനെ മുഴുവൻ കൊന്നിട്ട് ആ തേൻ മുഴുവൻ സ്വീകരിക്കും. ഭഗവാൻ പറയുന്നു നമ്മുടെ ഗവൺമെന്റും നമ്മുടെ ജനങ്ങളും ഒക്കെ പണം എങ്ങനെ സ്വരൂപിച്ചിരിക്കുകയാണ് ഒരു സ്ഥലത്ത്. അത് ഒഴുകേണ്ടതാണ് പണം. ആ എത്ര കോടികൾ വിദ്യാഭ്യാസം, വൈദ്യം ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യത്തിനെ കൊടുക്കാതെ വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഒഴുക്കുകയാണ്. കോടാനുകോടികൾ വ്യർത്ഥമാക്കാൻ കുറച്ചെങ്കിലും കോടികൾ ഇതിനു വേണ്ടി വിനിയോഗിച്ചുകൂടെ എന്ന് ഭഗവാൻ പറയുന്നത് ഈ ഇതുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി കൂട്ട് ചെയ്യാം. തേനീച്ചയെ കണ്ട് പഠിച്ചു. ഈ പണം കൂട്ടിവെക്കരുത്, ഒന്നും നമ്മൾ തലക്ക് കൂട്ടിവെച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ഹാനികരമായ വിധത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ള ധർമ്മം ഞാൻ തേനീച്ചയിൽ നിന്ന് പഠിച്ചു എന്ന് ദത്താത്രേയ അവധൂതൻ ആ യദു മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ഇതില്. അടുത്തത് ആന. ആ ആനയിൽ നിന്നോ പിടിയാന എങ്ങനെയാ ഈ വാരിക്കുഴിയിൽ ആന വീഴുന്നത്? ആന പിടിക്കപ്പെടുന്നത് വാരിക്കുഴിയിൽ വീഴുകയാണ്. എങ്ങനെയാ? പിടിയാനയുടെ ഇതിൽ പെട്ടിട്ട് ആ പിടിയാനയുടെ പിറകെ നമ്മൾ ആൺകുട്ടികളൊക്കെ പെൺകുട്ടികളുടെ കാമാർത്ഥമായ കണ്ണുകളോട് നോക്കിയിട്ട് അവരുടെ പിറകെ പോകുന്ന, അല്ലെങ്കിൽ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരിചയപ്പെട്ട് മെസ്സേജ് ഒക്കെ അയച്ച് അല്ലെ, ഇതിനിടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ ഒരു പെൺകുട്ടി നഗ്നയായിട്ട് ഫോട്ടോ ലൈവായിട്ട് കാണിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. എന്നിട്ട് ആ ഫോട്ടോ വിറ്റിട്ട് ഈ കുട്ടി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇങ്ങനെയുള്ള ഇതിലൊക്കെ വീഴാതിരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാര് ഇതിലൊക്കെ വീഴാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണ്ടേ? ഈ ഗുരുക്കന്മാർ ഈ ആനയുടെ തത്വം എന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ കുട്ടികൾക്ക്. ഭഗവാൻ പറയുന്നു വൈൻ 3 W's വർജിക്കാൻ പറയുന്നത്. വൈൻ, വിമൻ ആൻഡ് വെൽത്ത്. വിമൻ എന്ന് പറയുന്നത് കാമമാണ് ഇവിടെ, അല്ലാതെ സ്ത്രീ എന്നുള്ള അർത്ഥമല്ല, കാമമാണ്. അപ്പോ ആ 3 W's വർജിക്കണം. പിന്നെ എന്ത് W's വേണം? വർക്ക്, വർഷിപ്പ് ആൻഡ് വിസ്ഡം എന്ന് പറയും ഭഗവാൻ. വർക്ക് ഈസ് വർഷിപ്പ് എന്നൊക്കെ സ്വാമി പറയില്ലേ. ഈ 3 W's സ്വീകരിക്കാനും മറ്റു 3 W's തിരസ്കരിക്കാനും ഇത് നമുക്ക് ഈ ആന എന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചു എന്നുള്ളത് നമ്മുടെ കുട്ടികളെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ദത്താത്രേയ ഗുരുവിന്റെ അനുഭവത്തിലൂടെ. അതുപോലെ അടുത്തത് മാനാണ്. മാൻ പിടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? പറയൂ. ഏത് ആനയുടെ? വൈൻ, വുമൺ, അതൊന്ന് പറഞ്ഞു. അതോ 3 W's നമ്മൾ വർജിക്കേണ്ട 3 W's ഭഗവാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കെല്ലാം അറിയാം, അതുകൊണ്ടാണ് മെല്ലെ പറഞ്ഞത്, സ്പീഡ് പറഞ്ഞത്. വൈൻ, വിമൻ ആൻഡ് വെൽത്ത്. ഇങ്ങനെ വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനം. ഇത് 3 വർജിക്കേണ്ടതാണ്.
അതുകൊണ്ടല്ലേ സ്വാമി പറഞ്ഞത്, വെൻ വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, വെൻ ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, വെൻ ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. അതൊക്കെ നമുക്ക് ഉക്തിരത്നങ്ങൾ പറയുമ്പോൾ പറയാം, അത് ഇനിയും പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ഇവിടെ ആ വൈൻ, വിമൻ ആൻഡ് വെൽത്ത് 3 W's വർജിക്കണമെന്നും വർക്ക്, വർഷിപ്പ് ആൻഡ് വിസ്ഡം എന്നുള്ള 3 W's നാം സ്വീകരിക്കണമെന്നും പ്രഭ പറഞ്ഞു. ഇത് നമുക്ക് ഇനിയും പറയാനുള്ള സമയമൊക്കെ ഉണ്ട്, ആ സമയത്ത് ഒന്നുകൂടി പറയാം. ഇനി മാൻ എന്നുള്ള ഗുരു സംഗീതം, ആ പുല്ലാങ്കുഴല് മുഴക്കും അത്രേ. എന്നിട്ട് ആ സംഗീതത്തിൽ മയങ്ങിയിട്ട് നമ്മൾ അങ്ങനെയുണ്ടല്ലോ, സംഗീതത്തിലൂടെ പ്രേമിച്ച് കല്യാണം കഴിച്ച് പിന്നെ അതിൽ പെട്ട് പിന്നെ അവസാനം ഈഗോ ക്ലാഷ് വന്ന് ജീവിക്കുന്ന ധാരാളം ദമ്പതികളൊക്കെ ഉണ്ട്, നമുക്ക് ജീവിതം ഹോമിക്കുന്നവരുണ്ട്. അവര് ഇതുപോലെ മാൻ പേടയെ പോലെ, മാനിനെ പോലെ ആവും. ഓടാനറിയാം, മാൻ ഏറ്റവും സ്പീഡില്ല, വേടൻ വരുമ്പോ ഓടാനറിയാം, പക്ഷെ ഓടില്ല. ഓടാതെ പിന്നെന്ത് ചെയ്യും? വേടന്റെ സംഗീതത്തിൽ പെട്ടു പിന്നെ അതിന്റെ വലയിൽ പെടും. അങ്ങനെ സ്വയം ജീവിതം ഹോമിക്കും. മാൻ എന്ന ഗുരുവിൽ നിന്ന് ഞാൻ ഇതൊക്കെ പഠിച്ചു എന്ന് ദത്താത്രേയ അവധൂതൻ യദു മഹാരാജാവിനോട് പറയാണ്. അടുത്തത് മാടപ്രാവ്, കപോതം എന്നാണ് പറയാ. ശ്രീമദ് ഭാഗവതത്തിൽ കപോതം എന്ന് പറയും. മാടപ്രാവിന്റെ ഉദാഹരണം. ആ മാടപ്രാവ്, അയ്യോ അത് വലിയൊരു കഥയായിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്. 2 ഇണപ്രാവുകളും ആ ഇണപ്രാവുകളുടെ സ്നേഹവും അത് തമ്മിലെ പ്രേമവും വളരെ വർണ്ണിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അതിന് കുഞ്ഞുങ്ങളായി ആ മുട്ട വിരിയിക്കുന്നതൊക്കെ ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഭർത്താവിന്റെ അടുത്ത് വന്ന് ഈ ഇണപ്രാവ് ആ സ്നേഹത്തോടെ അടയിരിക്കുന്നതും പിന്നെ കുഞ്ഞുങ്ങൾ വിരിയുന്നതും ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതും ആ ഭാര്യയെ ഭർത്താവ് പ്രേമിക്കുന്നത്, എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ആ ഇങ്ങനെ ആ തമ്മിലുള്ള ബന്ധങ്ങളിൽ മുഴുകിയിട്ട് അവസാനം എന്തായിന്നറിയോ, ഒരു ദിവസം പുറത്തു പോയി വരുമ്പോഴേക്കും ഈ കുട്ടികളൊക്കെ വേടൻ പിടിച്ചിരിക്കുന്നു, കുട്ടികൾ വലയിൽ കുടുങ്ങിയിരിക്കുന്നു. ആർത്തനാദം കൊണ്ടിട്ട് അതിലേക്ക് ചാടുകയാണ് അമ്മ, ആ കപോതം. പക്ഷെ ഇത് ഭാര്യയും കുട്ടികളും ഒക്കെ പോയെന്ന് കണ്ടപ്പോ സകലത് ആ നൈമിഷികമായ സുഖത്തിൽ പോയോ എന്നൊക്കെ പറഞ്ഞ് ഈ കപോതം ദുഃഖിക്കുന്ന കാഴ്ചയും ആ ദുഃഖത്തിൽ കൊണ്ടിട്ട് അതും അതിന്റെ ജീവൻ പിടിഞ്ഞ് ഇതിലേക്ക് വലയിൽ വീഴുന്ന ഒരു കാഴ്ച, ആ ഡിറ്റാച്ച്മെന്റ് വേണ്ടുന്നതിന്റെ ആവശ്യകത, അറ്റാച്ച്മെന്റ് കണക്കിലധികം പാടില്ല എന്നുള്ള തത്വം ഞാൻ പഠിച്ചത് മാടപ്രാവിലൂടെയാണ്, കപോതത്തിലൂടെയാണ് എന്ന് ദത്താത്രേയ അവധൂതൻ യദു മഹാരാജാവിനോട് പറഞ്ഞു കഥയാണ് ഇത്. അടുത്തത് പെരുമ്പാമ്പ് അജഗരം എന്നാണ് ഇതിൽ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ. പെരുമ്പാമ്പ് എന്താ? പെരുമ്പാമ്പ് വളരെ നമ്മൾക്ക് തൃപ്തനാണ്. പെരുമ്പാമ്പിൽ പഠിക്കേണ്ടത് തൃപ്തിയാണ്. പിന്നെയോ എതിർച്ചാ ലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധോ തത്വാഭിനത ബദ്ധത എന്ന ആ ഗീതാവാക്യം ശരിക്കും നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം. എതിർച്ചയാ വന്നു ചേരുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് അമിതമായി സന്തോഷിക്കുക, അത് അങ്ങനെയുള്ള ഒന്നല്ല. ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങളിലോ പല അതൊന്നും അവൻ ഒരിക്കലും ഉണ്ടാവില്ല. അവൻ സുഖത്തിൽ ദുഃഖി. പെരുപ്പാമ്പും അതുപോലെയാ. വന്നു ചേരുന്ന കാര്യത്തിൽ അടുത്ത് വന്ന് ഏറെ പിടിച്ചിട്ട് അതിനായിട്ട് കറങ്ങി നടന്ന ജീവിതം ഹോമിക്കാനെന്ന് ഞാൻ തയ്യാറല്ല. എനിക്ക് വന്നു ചേർന്ന എന്റെ അടുത്തേക്ക് വരും. ഈ തത്വം, ഈ ഭാവം ഞാൻ പെരുമ്പാമ്പാകുന്ന ഗുരുവിൽ നിന്ന് പഠിച്ചു. അർഹതപ്പെട്ടത് എനിക്ക് കിട്ടുമെന്നുള്ള ആ തീവ്രമായ എന്താ വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള ജീവിതം ഉണ്ടല്ലോ, അത് പെരുമ്പാമ്പിൽ നിന്ന് ഞാൻ പഠിച്ചു, പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് അവധൂതൻ, അല്ലെങ്കിൽ ദത്താത്രേയ അവധൂതൻ യദു മഹാരാജാവിനോട്. അടുത്തത് സമുദ്രമാണ്. സമുദ്രത്തിന്റെ വൈശാലിറ്റി അല്ലെ, എന്തൊരു വിശാലമായ സമുദ്രം, അത്ര ഡീപ്പാണ്, ഡീപ്പ് പോർഷൻ എന്നല്ലേ നമ്മൾ പറയാം. എന്തൊരു അഗാധമായ ഈ അഗാധമായ പാണ്ഡിത്യത്തെ കുറിച്ച് ഞാൻ പഠിച്ചു. മാത്രമല്ല എത്ര വെള്ളം അതിൽ ചേർന്നാലും നിറകുടം തുളുമ്പില്ല എന്നുള്ള തത്വം. എന്താ, എത്രയെത്ര ജലാശയങ്ങളിലെ വെള്ളമാണ് സമുദ്രത്തിൽ ചെന്ന് കയറുന്നത്, സമുദ്രത്തിന്റെ ലെവല് മാറുന്നില്ല. സമുദ്രം എപ്പോഴും ഒരേപോലെ ഇരിക്കുന്നു, പെരുമയില്ല, വലിയ അല്ലെ സ്വയം പുകഴ്ത്തുന്ന ശീലമോ അതൊന്നും സമുദ്രത്തിനില്ല. മറിച്ച് സമുദ്രം എപ്പോഴും ഒരുപോലെ. ആ വിനയം, വിദ്യാദദാതി വിനയം എന്നുള്ള തത്വം, എത്രയെത്ര വിദ്യ അഭ്യസിച്ചാലും എത്രയെത്ര അറിവുണ്ടായാലും, ഞാൻ അശോകൻ എന്ന് പറയുണ്ടായി ആ ഗുരുവിന്റെ മഹാത്മ്യം, അത് ആ ഒരു ഗുരു, ആ വിദ്യ എന്നുള്ള എത്രയെത്ര വിദ്യ അഭ്യസിച്ചാലും വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നത് ചിലർ എന്ന് ഭൂദാനം പറയുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ലാതെ എത്രയെത്ര വിദ്യ അഭ്യസിച്ചാലും അത് നിറകുടം തുളുമ്പില്ല എന്നുള്ള ആ ഗുരുത്വം ഞാൻ പഠിച്ചത് ഏതിൽ നിന്നാണ്? സമുദ്രത്തിൽ നിന്നാണ് എന്ന് ആ ദത്താത്രേയ ഗുരു
അവധൂതൻ യദു മഹാരാജാവിനോട് പറയുന്ന ഭാഗമാണ് ഈ ശ്രീമദ് ഭാഗവത്തിലെ മനോഹരമായ, അത് കുറെ കേട്ടോ നമുക്ക് പറയാം, സമഭാവന എന്നുള്ള ആ തത്വം, അതേപോലെ ആ വിനയം, ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് പഠിച്ചു എന്നുള്ളത് പറയാണ്. അടുത്തത് പിങ്കള എന്ന വേശ്യാസ്ത്രീ. വിദേഹ രാജ്യത്തില് പിങ്കള എന്ന വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. ഇതിന്റെ കഥ പറയുന്നുണ്ട്. ആ വേശ്യാസ്ത്രീ ഇങ്ങനെ കുറെ പറയുന്നുണ്ട്, ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ടി കാത്തു നിൽക്കും, എന്നിട്ട് കുറെ കാമാർത്ഥനായ ആൾക്കാരുടെ കൂടെ കിടക്കും, ജീവിക്കും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു, കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ആരും വരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം പോയി പുറത്തൊക്കെ ഇറങ്ങി നടക്കും, ആരും വന്നില്ല. കുറെ ആയത് പ്രതീക്ഷിക്കും, സുന്ദര വേഷമൊക്കെ കെട്ടി നിൽക്കും, ധാരാളം പേര് വരുമെന്ന് വിചാരിക്കും, ആരും വന്നില്ല. അവസാനം ആരും വരാത്തപ്പോ ആ സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട് ഇങ്ങനെ ആ സച്ചിന്ത വന്നു എന്നാ പറയുന്നത്. ആ സച്ചിന്ത വന്നപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു, അയ്യോ ആ ജനക മഹാരാജാവിന്റെ ആ എന്താ ആ കർമ്മയോഗി എന്ന് പേര് കേട്ട ആ ജനക മഹാരാജാവിന്റെ വിദേഹ രാജ്യത്തല്ലേ ഞാൻ ജീവിക്കുന്നത്, എന്നിട്ട് പോലും എനിക്കിങ്ങനെയുള്ള ആ ദുഷിച്ച ചിന്തകൾ എങ്ങനെയുണ്ടായി, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ ശരീരം വിറ്റ് ജീവിക്കേണ്ടി വന്നു. എത്ര മനോഹരമാണ് ആ ഭഗവാൻ പരമേശ്വരനെ ഭർത്താവായി ലഭിക്കുമല്ലോ നമുക്ക്. അത് ലഭിക്കാൻ ഞാൻ ശ്രമിക്കാതെ കാമാർത്ഥമായിട്ട് ഈ ധാരാളം അങ്ങനെ കണ്ണുകളോട് കൂടിയ കുറെ പേര് എന്തിനു ഞാൻ ആ വികാരം, ആ ദേഹബോധം വിട്ട് ആത്മബോധം വരുന്ന ആ വികാരം ഉണ്ടല്ലോ, അത് ഞാൻ പിങ്കള എന്ന വേശ്യാസ്ത്രീയിൽ നിന്ന് പഠിച്ചു. അന്നത്തെ ദിവസം ഈ ചിന്ത വരുന്ന ദിവസം അവര് സുഖമായിട്ട് ഉറങ്ങിയതാ പറയുന്നത്. ഇത് ഇങ്ങനെ ആ ആനന്ദ ചിത്തനായിട്ട് ഈശ്വരനെ പ്രാപിക്കാനുള്ള ആ നമ്മുടെ വിഷയസുഖങ്ങളിലെ ത്യജിച്ച്, ആ ലൗകിക സുഖങ്ങളെ നിരാകരിച്ച് ശാശ്വതമായ ഒരു ആനന്ദ അല്ലെ, ഞാനത് നേരത്തെ പറഞ്ഞു, ശാശ്വതമായുള്ള ഒരു ആനന്ദ രൂപന് ദുഃഖമെന്നൊന്നുമേ കാണുകില്ല, നിത്യനിരാമയൻ കുടികൊള്ളും ആത്മാവിൽ ദുഃഖമെന്നൊന്നുമേ കാണുകില്ല, ദുഃഖമെന്നൊന്നുമേ കാണുകില്ല. അതാണ് ഇവിടെ ഈ പറയുന്നത്. അത് ഞാൻ പഠിച്ചത് പിങ്കള എന്ന വേശ്യാസ്ത്രീയിൽ നിന്ന് ഞാൻ പഠിച്ചു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ആ സീ നോ ഈവിൾ എന്ന് പറയുന്ന ആ തത്വം ഉണ്ടല്ലോ, അവിടെ എന്ത് ദുഷിച്ച കാര്യങ്ങൾ കണ്ടാലും അതിൽ നിന്ന് നല്ലത് മാത്രം ഊറ്റിയെടുക്കാനുള്ള ആ ശക്തി ഉണ്ടല്ലോ, അതാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ അടുത്ത ജനറേഷൻ നമ്മൾ കൈമാറേണ്ടത്. ലോകം മുഴുവൻ ദുഷിച്ചതാണ്. അവിടെയൊക്കെ ആ ഡിസ്ക്രിമിനേഷൻ എന്ന വിവേചനാശക്തി എന്ന നിത്യാനിത്യ വസ്തു വിവേകം എന്നുള്ള ആ ഭാവം ഉപയോഗിച്ച് സാധനാ ചതുഷ്ടയങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്ര ഫലഭോഗ വിരാഗം, ഇങ്ങനെയൊക്കെ ഇതിനെയൊക്കെ സ്വരൂപിച്ചിട്ട് നമുക്ക് ആത്മബോധം ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പിങ്കള എന്ന വേശ്യാസ്ത്രീ എന്നെ സഹായിച്ചു എന്ന് യദു മഹാരാജാവിനോട് ആ ദത്താത്രേയ അവധൂതൻ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുത്തു? നമ്മളുടെ ഉദ്ധവന് പറഞ്ഞു കൊടുത്തു. അടുത്തത് കുരുവിയുടെ കഥയാണ് പറയുന്നത്. മാംസകഷ്ണങ്ങൾ വെച്ച് അല്ല, എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. ആ കുരുവികളെ കുറെ മാംസകഷ്ണങ്ങളൊക്കെ തത്തി കളിച്ച് ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കുറെ വലിയ പക്ഷികൾ ചേർന്നിട്ട് ഇതിനെ ആക്രമിച്ചപ്പോ ഇത് മത്സരമായി. ആദ്യം തമ്മിൽ ഈ മാംസകഷ്ണങ്ങൾക്ക് വേണ്ടി മത്സരമായി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ ഇത് മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മത്സരിക്കുന്നത് എന്ന്. അപ്പൊ പെട്ടെന്ന് എന്ത് ഇട്ടു? ഇതിനെ വിട്ടു. സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു, നാണം കൈവിട്ടു, അല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൂന്താനത്തിന്റെ. അത് തന്നെയാണ് ഇവിടെ. അത് ഈ മത്സരം, ഇത് ബുദ്ധിയോടുകൂടി ഈ മാംസകഷ്ണങ്ങൾ അതങ്ങോട്ട് കൈവിട്ടപ്പോ വളരെ സുഖമായി. പിന്നെ ആരും തന്റെ അടുത്തേക്ക് വരുന്നില്ല. പിന്നെ എല്ലാവരും മറ്റു പക്ഷികളൊക്കെ മാംസകഷ്ണങ്ങളുടെ പിറകെ പോയി. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതത്തില് നമ്മൾ വിഷയസുഖങ്ങളൊക്കെ ജയിച്ച് നമ്മൾ ധനം സമ്പാദിക്കുമ്പോഴൊക്കെ നമ്മുടെ കൂടെയും ധാരാളം ആൾക്കാർ വരും. എന്നിട്ട് നമ്മളുടെ അടുത്തുനിന്ന് അത് പെടുങ്ങാനും മോഷ്ടിക്കാനും ഒക്കെ നോക്കും. പക്ഷെ ത്യാഗേനൈകേ അമൃതത്വമാനുഷു എന്നുള്ള ആ വലിയ തത്വം നമുക്ക് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വേണ്ടുന്നതിനെ മാത്രം അപരിഗ്രഹം എന്നുള്ള അല്ലെ, ആ യഥാ സംഹൃതേജായം കൂർമോൻഗാനീവ സർവശഃ എന്നുള്ള ഗീതാതത്വം നമുക്ക് ഇങ്ങോട്ട് മാത്രം അല്ല, ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിക്കാനുള്ള കഴിവ്, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ അതെനിക്ക് മനസ്സിലാക്കി തന്നത് ഈ കുരുവിയിൽ നിന്നാണ്. കുരൂര പക്ഷി അതിൽ നിന്നാണ് എനിക്കത് മനസ്സിലാക്കി തന്നത് എന്ന് യദു മഹാരാജാവേ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ദത്താത്രേയ ഗുരു. അടുത്തത് ഒരു പിഞ്ചുബാലൻ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറയണ്ടായി. ആ പിഞ്ചുബാലനിൽ നിന്ന് പഠിക്കാൻ അല്ലെ, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു തത്വമാണ്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ.
സത്യമാണല്ലേ? ഒരു ശിശു ആ ശിശുവിന്റെ ആനന്ദ നിർവൃതി കണ്ട് പലപ്പോഴും നമ്മൾ ആനന്ദിക്കാറില്ലേ? ജോൺസൺ ബേബിയുടെ ആ ചിത്രം കണ്ട് ആ വീഡിയോ കണ്ടിട്ട് ആനന്ദിക്കാത്തവർ ആരുണ്ട്? എന്തൊരു നൈർമല്യം! അതുപോലെ നമ്മുടെ വീട്ടിലെ ഓരോ കുഞ്ഞുങ്ങൾക്കുമുള്ള ആനന്ദത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? സദാ നിർവൃതി, ആനന്ദ നിർവൃതി. ജ്ഞാനത്തെ ലഭിച്ചു കഴിഞ്ഞാല് ഇങ്ങനെയാണത്രേ, ആ നിസ്സംഗ ഭാവത്തില് നമുക്കിങ്ങനെ ആ ദത്താത്രേയ ഗുരു ഇരുന്നത് പോലെ ആ യദുമഹാരാജാവിനെ ആകർഷിച്ചത് ആ ദത്താത്രേയ ഗുരുവിന്റെ ആ ഭാവമാണ്. ആ സദാസത്വരൂപ, അല്ലെങ്കിൽ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ആ നമ്മുടെ ഭഗവാൻ ഇരിക്കുന്നത് പോലെ ആനന്ദ ചിത്തനായിട്ട് മന്ദഹാസവദനീ മനോ, എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന ആ മനോഹരമായ തത്വം ഞാൻ മനസ്സിലാക്കിയത് എവിടുന്നാണ് അറിയോ? ആ ബാലനിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് ദത്താത്രേയ ഗുരു പറയാണ്. അടുത്തത് കുമാരി കന്യക, അതിന്റെ ബുദ്ധി സാമർഥ്യം. ആ കന്യക ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ചൊക്കെ പറയണ്ടായി. ആ വീട്ടിലേക്ക് വിവാഹാഭ്യർത്ഥനയുമായിട്ട് വന്നപ്പോ അച്ഛനും അമ്മയൊക്കെ ഇവിടെ പോയിരിക്കുകയാണ്. ആ ആൾക്കാരെയൊക്കെ സ്വീകരിച്ചിരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ഉപചരിച്ച് ആതിഥ്യ മര്യാദകളൊക്കെ പാലിച്ച് ആ ഇവിടെ പോയിട്ട് ആ നെല്ല് കുത്തുമ്പോ ആ അതിഥികൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം കൈകളിലെ വളകൾ ഊരിയിട്ട് തമ്മിൽ മുട്ടാതിരിക്കാനുള്ള ആ വളകള്, അത്രയും ബുദ്ധി സാമർഥ്യം. എന്നിട്ടോ ഒറ്റയ്ക്ക് ഇത് മുഴുവൻ ആ ഉപചാരങ്ങൾ മുഴുവൻ ചെയ്യാൻ ആ കന്യകയ്ക്ക് സാധിച്ചു. ഇതിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താ? ജീവിതത്തിൽ സ്വയം പര്യാപ്തനാവണം, ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പഠിക്കണം. ഈശ്വരനിലേക്കുള്ള സഞ്ചാരം ഏകനാണ്. അപ്പൊ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കേണ്ടത്. എന്റെ കൂടെ ഒന്നും വരില്ല. എന്റെ ധനമോ പണമോ കീർത്തിയോ ഒന്നുമേ വരില്ല. ഈശ്വരനിലേക്കുള്ള യാത്രയിൽ ഞാൻ ഏകനാണ് എന്ന തത്വം കന്യകയിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് ആ ദത്താത്രേയ ഗുരു പറയുകയാണ്. എന്തൊരു മനോഹര ചിന്ത! അടുത്തത് ശരകാരി. ശരകാരി എന്ന് പറഞ്ഞാൽ കൊല്ലനിൽ നിന്ന് പഠിച്ചതെന്താ? രാജാവ് വലിയ ഘോഷയാത്രയായിട്ട് ഇതേപോലെ ഈ ദത്താത്രേയ ഗുരു ചെയ്ത പോലെ തന്നെ യദുമഹാരാജാവ് ഘോഷയാത്രയായിട്ട് പോകുമ്പോ അത് കേട്ടതുമില്ല. അതേപോലെ തന്നെ ഇവിടെ ശരകാരി കൊല്ലൻ ഇതിനെ ശരത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പണിയിൽ കോൺസെൻട്രേഷന്റെ നമ്മൾ കാകദൃഷ്ടി, ഭഗധ്യാനം, ചുനകനിദ്ര എന്നൊക്കെ പറഞ്ഞില്ല. അതിൽ ഭഗധ്യാനത്തിൽ പറയുന്നത് പോലെ കോൺസെൻട്രേഷൻ, കോൺടെംപ്ലേഷന് മുമ്പായിട്ട് ആ കോൺസെൻട്രേഷനിൽ ഭഗധ്യാനത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറയണ്ടായി. എന്തൊരു ആ ഒറ്റക്കാലിൽ നിന്ന് ആ സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡിൽ പൊങ്ങി വരുന്ന ആ മീനിനെ പിടിക്കാനുള്ള ആ കൊക്കിന്റെ അല്ലെ ആ വെമ്പല്, അത് എത്ര കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കും, വെമ്പൽ ഉള്ളിലോ മാത്രം. അതേപോലെ ആ കൊല്ലൻ കോൺസെൻട്രേഷൻ മുഴുവനോടുകൂടി പരിസര ബോധം മറന്ന് ആ വിദ്യയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട പാഠഭാഗം നമ്മുടെ ജീവിതത്തിലെ നമുക്കുള്ള എന്താണോ നമ്മൾക്ക് ലക്ഷ്യം, ആ ലക്ഷ്യത്തിൽ നാം ചെയ്യേണ്ട കോൺസെൻട്രേഷൻ, ഇത് മുഴുവൻ ഞാൻ പഠിച്ചത് ശരകാരി കൊല്ലനിൽ നിന്നാണ് എന്ന് ദത്താത്രേയ ഗുരു പറഞ്ഞു. ഇതിലിവിടെ നമുക്ക് സുരേന്ദ്രനാഥ് ബാനർജിയുടെ കഥ പറഞ്ഞു കൊടുക്കാം. ആ തോണിയിൽ ഏകാഗ്ര ചിത്തനായിട്ട് ബോട്ടിലൊക്കെ പോകുമ്പോൾ അനേകം ആൾക്കാരുടെ ഇടയിൽ പുസ്തകം വായിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം സമ്പാദിച്ച സുരേന്ദ്രനാഥ് ബാനർജിയുടെ കഥ പറഞ്ഞു കൊടുക്കാം. അതേപോലെ മാണ്ഡവ്യ മഹർഷിയുടെ കഥ പറഞ്ഞു കൊടുക്കാം. അല്ല, കുന്തമുനിയിൽ നിർത്തിയിട്ടും അറിഞ്ഞില്ല എന്നുള്ള ആ മാണ്ഡവ്യ മഹർഷിയുടെ ഏകാഗ്രതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജുംസായിയുടെ കഥ പറഞ്ഞു കൊടുക്കാം. മുമ്പില് ഏകാഗ്രചിത്തനായിട്ട് മുമ്പിൽ അല്ല, ഇതൊക്കെ ഇത് ഞാൻ പഠിച്ചത് എവിടുന്നാണ് പഠിച്ചത്? കൊല്ലനിൽ നിന്ന് പഠിച്ച കോൺസെൻട്രേഷൻ. അവിടെ ജുംസായിയുടെ കഥ ഞാൻ പലതവണ പറഞ്ഞതാണ്, നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. ആ ജുംസായി പിന്നെ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനെ കുറിച്ച് അല്ലെ, സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിന്റെ ഇടയിൽ ആ സേഫ് ലാൻഡിങ്ങിനുള്ള ഫോർമുല കണ്ടുപിടിച്ച ആ കോൺസെൻട്രേഷൻ ടെക്നിക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. 24 ഗുരുക്കന്മാർ വെറുതെ ഇല്ല. അടുത്തത് സർപ്പം. സർപ്പത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, സ്വന്തമായിട്ട് ഗൃഹമൊന്നുമില്ല. സർപ്പത്തിന് സ്വന്തമായിട്ട് ഗൃഹമൊന്നുമില്ല. ധാരാളം പോകും. അങ്ങനെയാണ് നമ്മൾ ഇരിക്കേണ്ടതെന്ന് പറയും. ഞാനെന്നും എന്റേതെന്നും അഹങ്കാരവും മമാകാരവും ഇല്ലായ്മ, എന്റേതെന്നുള്ള ഒന്നുമില്ല. എന്റെ വീട്, എന്റെ ധനം, അങ്ങനെയൊന്നുമില്ല. അത് ഇര പിടിക്കുമ്പോ ഓരോ മാളങ്ങളായിട്ട് ഒരു സ്ഥലത്ത് അധികം താമസിക്കില്ല. അങ്ങനെയാണ് അവധൂതന്മാരൊക്കെ അങ്ങനെയാണെന്ന് പറയും. ആ തത്വം, അവധൂത തത്വം ഞാൻ പഠിച്ചത് സർപ്പത്തിൽ നിന്നാണ്. അതിന് സ്വന്തമായ ഗൃഹമൊന്നുമില്ല എന്നല്ലേ? അപ്പൊ സ്വന്തമായതൊന്നും ഇല്ല എന്നുള്ള ആ മനോഹര തത്വം, ആത്മതത്വം ശരിക്കും ഞാൻ സർപ്പത്തിൽ നിന്ന് പഠിച്ചു എന്ന് യദു മഹാരാജാവിനോട് ആ ദത്താത്രേയ ഗുരു പറയാണ്, ഈ സർപ്പം എന്ന ഗുരുവിൽ നിന്ന്. അടുത്തത് എട്ടുകാലി, ചലന്തി. ആ ചലന്തിയിൽ നിന്ന് പഠിക്കുന്ന പാഠം വലിയ മായയെ സൃഷ്ടിച്ച ഭഗവാൻ അല്ലെ,
എങ്ങനെയാ? തന്നിൽ നിന്നാണ് മായയെ സൃഷ്ടിച്ചത്. എന്നിട്ട് ആ പ്രളയകാലത്ത് ആ മായയെ തന്നിൽ ലയിപ്പിക്കുന്ന ആ മഹത്തായ സൃഷ്ടികർമ്മത്തെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചത് ചെലന്തിയാണ്, എട്ടുകാലിയാണ്. കാരണം തന്നിൽ നിന്ന് തന്നെ വല സൃഷ്ടിച്ച് അവസാനം തന്നിലേക്ക് തന്നെ വലിച്ചെടുത്ത് ആ വലയിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആ മായയാകുന്ന ആ മോഹവലയത്തിൽ പെട്ടിരിക്കുന്ന എട്ടുകാലിയിൽ നിന്ന് ഞാൻ പഠിച്ചത് മായയുടെ തത്വം. മായ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട മായ, ആ ഈശ്വരനാൽ തന്നെ ലയിച്ചു ചേരുന്നതായിട്ടുള്ള ആ ദിവ്യ സങ്കല്പം, ആ സൃഷ്ടിയുടെ ആ പരമോന്നതമായ ഉത്കൃഷ്ടത ഞാൻ പഠിച്ചത് ഈ എട്ടുകാലിയിൽ നിന്നാണ് എന്നുള്ള തത്വം മനോഹരമായിട്ട് അവധൂത അല്ലെങ്കിൽ ദത്താത്രേയ അവധൂതൻ ആ യദു മഹാരാജാവിനോട് പറഞ്ഞു കൊടുത്തു. അവസാനത്ത് വേട്ടാളൻ, ഈ വേട്ടാളനെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. ഭ്രമര കീടക ധ്യാനം അല്ലെ? ആ ധ്യാനം പഠിപ്പിക്കുന്ന സമയത്ത് ഭ്രമരക ഒരു പുഴു ഒരു മാനത്തെ കൊണ്ടിട്ടിട്ട് ആ വേട്ടാളൻ കുത്താൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് അതിനെ തന്നെ നോക്കി നിന്നിട്ട് അത് വിപരീത ഭാവത്തിലാണ്, ഭയത്തോടു കൂടിയാ നോക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഏത് ദിക്കിലിരിക്കലും തന്നോട് നാവ് കൊണ്ട് ചൊല്ലിയെന്നാകിലും അതുമല്ലത് മരുദിനം ചെവി കൊണ്ട് കേട്ടുവെന്നാകിലും ബ്രഹ്മസായുജ്യം അപ്പോഴേ വന്നു എന്ന് പറഞ്ഞില്ലേ പൂന്താനം? അതുപോലെ തന്നെ ഇത് ഭ്രമരകീടക ധ്യാനം വിപരീത ചിന്തയിലാണ്. എന്നെ കൊല്ലുവോ എന്നെ കൊല്ലുവോ എന്നെ കൊല്ലുവോ എന്ന് പറഞ്ഞിട്ട് ആ ഭ്രമരത്തെ തന്നെ നോക്കി നിൽക്കുന്ന ആ കീടം, ആ വണ്ട്, അത് എന്തായി മാറി? അവസാനം ആ പുഴു വണ്ടായി മാറി. ഇതാണ് അത് ആ സ്വസ്വരൂപ അനുസന്ധാനം. എന്റെ തന്നെ സ്വരൂപമാണ് ഭഗവാൻ. അപ്പൊ ആ സ്വരൂപമായ ഭഗവാനെ തന്നെ നിലച്ചിരുന്നാൽ ഞാൻ സാലോക്യ സാമീപ്യ സാരൂപ്യ സായുജ്യം, ഈ നാലെണ്ണത്തില് ആ സാരൂപ്യം വരുന്നത് എപ്പോഴാ? ഇതുപോലെയാണ്. കേട്ടു, ആ ഭഗവാനെ കുറിച്ച് കേട്ടു, പിന്നെയോ അതിന്റെ അടുത്ത് പോയി, പിന്നെയോ അത് തന്നെ ധ്യാനിച്ചു, അതായി മാറി, പിന്നെയോ അതിൽ തന്നെ ലയിച്ചു. ആ ഭരതൻ ശ്രീരാമനായി മാറിയ കഥ നമ്മൾ രാമായണ കാലത്ത് ഈ സമയത്ത് നമ്മൾ സ്മരിക്കുന്നു അല്ലെ? ഭരതൻ ശ്രീരാമന്റെ പാദുകം പൂജിച്ച് ശ്രീരാമനെ മാത്രം ധ്യാനിച്ച് ആ 14 വർഷം കഴിയുമ്പോഴേക്കും ശ്രീരാമനും ഭരതനും അടുത്തു നിന്നാലും ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഹനുമാൻ തെറ്റിയിട്ടുണ്ട്. അത്രത്തോളം സാരൂപ്യം വന്നു അത്രേ. അതാണ് ഇവിടെ ഈ ഭ്രമര കീടക ധ്യാനത്തിന് വേട്ടാളനിലൂടെ ഞാൻ പഠിക്കുന്നത് എന്ന് ദത്താത്രേയ ഗുരു പറഞ്ഞപ്പോഴുണ്ടല്ലോ, ആ യദു മഹാരാജാവ് അത്യധികം സന്തോഷിച്ചു. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ 24 ഗുരുക്കന്മാരെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഇത് 24 ഗുരുക്കന്മാര് മാത്രമൊന്നുമല്ല ഞാൻ ശീലിച്ചത്, അനേകം ഗുരുക്കന്മാരുണ്ട്. അതിൽ 24 എത്ര ഞാൻ പറഞ്ഞുള്ളൂ. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം, ഇനി എത്ര നമുക്കിത് പറഞ്ഞു കൊടുത്തു. ഇനി നൗ യു മേ ടെൽ, അല്ലെ നിങ്ങൾ പറയൂ ഇനി എന്തൊക്കെ വേറെ ഗുരുക്കന്മാരുണ്ട് പ്രകൃതിയിൽ പറയും. അപ്പൊ അവരിങ്ങനെ കുട്ടികൾ, നമുക്കറിയാം ഗ്രന്ഥങ്ങൾ എത്രയുണ്ടല്ലേ, അത് നമ്മൾ ഗുരുക്കന്മാരല്ലേ. നമുക്ക് ഇതൊന്നും അല്ലാതെ പ്രകൃതിയിൽ എത്ര ഗുരുക്കന്മാരുണ്ട് പഠിക്കാൻ. ഉറുമ്പുകളെ കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഡിസിപ്ലിൻ പഠിക്കേണ്ടത് ഉറുമ്പുകളിൽ നിന്നാണെന്ന്. അതുപോലെ ഒരു സ്പ്രെഡ് മൈ ഗ്രേറ്റ്നെസ്, അല്ലെ എന്റെ മഹിമ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യൂ എന്നുള്ള അത് പഠിക്കേണ്ട ഉറുമ്പെന്നാണ്. കാരണം ഒരു ഉറുമ്പ് ഒരു മാധുര്യം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഒറ്റയ്ക്ക് തിന്നാതെ അനേകായിരം ഉറുമ്പുകളെ വിളിച്ചുകൊണ്ടിരും, എന്നിട്ട് ഒന്നിച്ചേ കഴിക്കുള്ളൂ. അതുപോലെ ഭഗവാൻ ആകുന്ന അമൃതത്തെ പാനം ചെയ്താൽ, ആ അമൃതപാനം ചെയ്തവർ അത് നുകർന്നാൽ അതിന്റെ മാധുര്യം സ്വയം ആസ്വദിക്കാതെ അനേകങ്ങളിലേക്ക് വാരി വിതറാൻ തയ്യാറാകുന്ന ഉറുമ്പിന്റെ ശീലം നാം ശീലിക്കണം എന്ന് ആ ഉറുമ്പിൽ നിന്ന് പഠിക്കുന്നതായിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും 100 കണക്കിന് ഗുരുക്കന്മാരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. 24 ഗുരുക്കന്മാർ മാത്രമല്ല, ഇവിടെ അത് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഗുരുമഹാത്മ്യത്തിൽ എത്ര പറഞ്ഞാലും തീരാത്തത്ര ഗുരുമഹാത്മ്യം. ആ ബ്രഹ്മാനന്ദം പരമസുഖതം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവതീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി എന്നുള്ള ആ ഗുരുമഹിമ നമുക്ക് എപ്പോഴും ആ ഗുരുവിന്റെ ചിന്ത ഉണ്ടാകട്ടെ. സമയം 5 മിനിറ്റ് കൂടുതലായി, ഒരു ഭജന ചൊല്ലി നമുക്കിത് നിർത്താം. ആ സദ്ഗുരു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പറയുന്ന ആ ആത്മനിർവൃതിക്ക് ആയിട്ടുള്ള ഈ മാർഗങ്ങൾ 24 ഗുരു തത്വങ്ങളും ഇനിയുള്ള പഠിക്കാനുള്ള ധാരാളം ഗുരുക്കന്മാരും പ്രകൃതിയിലുള്ള ഇതൊക്കെ ചേർത്തിട്ട് ബാലവികാസ് ഗുരുക്കന്മാരാകുന്ന ആ സന്യാസിമാർ, ആ ഗുരുക്കന്മാർ എല്ലാ ശിഷ്യന്മാരിലേക്കും ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യാൻ ഭഗവാൻ നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കല്യാണ സുന്ദര രാമ കല്യാണ സുന്ദര രാമ ലാവണ്യ ജാനകി രാമ ലാവണ്യ ജാനകി രാമ പീതാംബരധര രാമ ഭീതിനി ഭഞ്ജന രാമ
ഭക്തസുധാമ രാമ ഭക്തപ്രിയങ്കര രാമ ഭക്തസുധാമ രാമ ഭക്തപ്രിയങ്കര രാമ ദശാവതാര രാമ ദശാവതാര രാമ ഭർത്തിനിവാസ രാമ ഭർത്തിനിവാസ രാമ കല്യാണ സുന്ദര രാമ. ഇതുവരെ സംസാരിച്ചതെല്ലാം ഭഗവാന്റെ പാദപത്മങ്ങളിൽ പൂജാപുഷ്പങ്ങളായിട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ക്ഷേമം നൽകട്ടെ. സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. എല്ലാവർക്കും